സോ ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്, അറൗണ്ട് ഒരു അരമാസത്തോളമായിട്ടുണ്ട്, 10 to 12 days ആയിട്ടുണ്ട്. ആസ് യൂഷ്വൽ എക്സാംസ് ആയിരുന്നു, ഫൈനൽ ഇയർ ആയതുകൊണ്ട് കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ തിരക്കപ്പെട്ടു. പിന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക കോംബി റൂംസ് വെച്ച് എല്ലാം റീഷെഡ്യൂൾ ചെയ്ത് പോവാണ്. ലൈക്ക് വേറെ സെഷൻസ് വരുന്നതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ വേറെ എൻ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് എല്ലാം കൂടെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഫൈനലി വി ആർ ഹിയർ അല്ലേ. ഒരുപാട് നാളായി എല്ലാവരെയും കണ്ടിട്ട്. സോ എല്ലാവരും ഇവിടെ ഉണ്ട്. ആരൊക്കെ ഇവിടെ ഉള്ളത് എല്ലാവരും ഒന്ന് പറഞ്ഞേ. തീർത്ഥ ഈസ് ഹിയർ, അമ്മു ഈസ് ഹിയർ, ഐഷ ഈസ് ഹിയർ. സോ ഉള്ളവർക്ക് ജസ്റ്റ് ഹായ് പറഞ്ഞേടാ. ആരൊക്കെ ഉള്ളത് നോക്കട്ടെ. സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വന്നിട്ടുണ്ട്. ഓക്കെ ഗ്രേറ്റ്. മുഹമ്മദ് ഇർഫാൻ ഇസ് ഹിയർ. സോ കുറേ പേര് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ചാപ്റ്ററായിട്ട് വരികയാണ് അല്ലേ. യെസ് ഫൈൻ. യെസ് യാരി ഈസ് ഹിയർ. യാഷ് അകാസ് സാർ റിട്ടേൺസ്. അകാസ് സാർ ഇങ്ങോട്ടും പോയിട്ടൊന്നുമില്ലടാ. ഞാൻ പറഞ്ഞില്ല കുറച്ച് എക്സാംസും കാര്യങ്ങളായിട്ട് കുറച്ചൊന്നും ബിസി ആയി പോയതാണ്. ബട്ട് ദാറ്റ്സ് ഫൈൻ അല്ലേ. എക്സാംസൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ എത്തി. ഇനിയിപ്പോൾ നിങ്ങളുടെ നീറ്റ് എത്തുന്നവരെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് കോമ്പിയിൽ തീർക്കാനുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, റേ ഒപ്റ്റിക്സ്, അങ്ങനെ കുറച്ച് നല്ല കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊക്കെ മെല്ലെ വരാം. സോ ഇന്നത്തെ നമ്മുടെ ഒരു ഏരിയ ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയൈ ആണ്. സോ സ്പീക്കിംഗ് അബൌട്ട് ന്യൂക്ലിയൈ, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്, ഐ തിങ്ക് ദിസ് സ്മോൾ ഇഷ്യൂ വിത്ത് ദ പെൻ. ഒരു സെക്കൻഡ്. ഓക്കെ ഫൈൻ. സോ വി ആർ ബാക്ക് റൈറ്റ്. സോ നമ്മളിന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയൈ പറഞ്ഞൊരു ചാപ്റ്ററാണ് അല്ലേ. സോ ന്യൂക്ലിയൈ പറഞ്ഞൊരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നീറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റേജിനെ കുറിച്ച് ചെറിയൊരു ധാരണ വേണം. യൂഷ്വലി 1 question, കൂടിപ്പോയാൽ 2 ചോദ്യം. ഓക്കെ, അത്ര ചോദിക്കുന്ന ഒരു ചെറിയ ചാപ്റ്ററാണ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. സോ നമ്മളിതിന് സ്പെസിഫിക് ആയിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാറുള്ളത് റീസൺ ബീയിങ് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ ആസ് എ ഹോൾ ഒരു ചാപ്റ്ററായിട്ടാണ് ചോദിക്കാറ്. മേ ബി ചിലപ്പോൾ ആറ്റംസ് 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ന്യൂക്ലിയൈ എന്ന് ചോദിക്കാണ്ടിരിക്കാം. ചിലപ്പോൾ ന്യൂക്ലിയൈ 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ആറ്റംസ് ചോദിക്കാണ്ടിരിക്കാം. ചിലപ്പോൾ രണ്ടൊന്നും ഓരോന്നായി ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ചാപ്റ്റർ ആസ് എ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ള രീതിയിൽ നമ്മൾ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യണം. അതിനനുസരിച്ച് രീതി പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾക്ക് വേണ്ട തിയറി ആസ്പെക്ട്, കാരണം ഈ ഒരു ചാപ്റ്റർ ഐ ഫെൽ തിയറിയിലേക്കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചാപ്റ്ററായിട്ട് വന്നൊരു ചാപ്റ്ററാണ് കേട്ടോ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. സോ എല്ലാവരും ഹായ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. എല്ലാവരെയും കാണുന്നുണ്ട് കേട്ടോ. തെന്നൽ, ഗിരീഷ്, അനീന, നൗസിൻ, മിസാബ് എല്ലാവരെയും കാണുന്നുണ്ട്. സോ ഹായ് എവ്രി വൺ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വെനെവർ വി സ്റ്റാർട്ട് ഓർ വെനെവർ വി സ്പീക്ക് അബൌട്ട് എ ന്യൂക്ലിയൈ, നമ്മൾ ആദ്യം അറിയേണ്ടത് വാട്ട് ഈസ് ആൻ ആറ്റം. നമുക്കറിയാം ആറ്റം എന്ന് പറയുന്നത് ഏറ്റവും ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ് അല്ലേ. നമ്മുടെ ഈ ലോകം മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റം വെച്ചാണ്. ഈ ആറ്റത്തിൻ്റെ സെൻറ്ററിലുള്ളൊരു ഭാഗത്തിനാണ് നീ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ശരിയാണല്ലോ. അതൊക്കെ വളരെ ബേസിക് ആണ്. ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ആരെങ്കിലും അറിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് അറിഞ്ഞോട്ടെ. അതിന് ചുറ്റും വി ഹാവ് വാട്ട് നമുക്ക് അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ആൻഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കണം, വെനെവർ ഐ സേ ന്യൂക്ലിയസ് ഐ മീൻ ദാറ്റ്സ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോട്ടോണിന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ, ചാർജ് ഇല്ല. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾക്ക് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണല്ലോ. ശരിയാണ്, കാരണം എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ ആസ് എ ഹോൾ ആണ് എന്ത് പറ്റുന്നത്, നമ്മുടെ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലായി മാറുന്നത്. ശരിയാണല്ലോ. എല്ലാവർക്കും അറിയുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഫൈൻ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് ആക്ച്വലി സെൻട്രൽ കോർ അല്ലേ. നമ്മുടെ ഒരു ആറ്റത്തിൻ്റെ നടുക്കുള്ള ഒരാളാണ് എന്ത്, ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂക്ലിയൈ കണ്ടുപിടിച്ചത്, കാരണം ഇതിനകത്ത് മേ ബി ഫാക്റ്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങളോട് 1-2 കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദർ ഇസ് റൂദർഫോർഡ്സ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്.
അത് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ കഴിഞ്ഞ ആറ്റംസിൻ്റെ ക്ലാസ് കണ്ടാൽ മതി. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് റൂതർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, എങ്ങനെയാണ് അതുവഴി ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇതിൻ്റെ സൈസ്, കാരണം നമ്മൾ ആറ്റം എന്ന് പറയുമ്പോൾ വളരെ ചെറിയ സാധനമാണ്. അങ്ങനെയുള്ളതാണ് ന്യൂക്ലിയസിൻ്റെ സൈസ് വന്നത് 10⁻⁻15 മീറ്റർ. ആ ഒരു റേഞ്ചിലാണ് യൂഷ്വലി എന്ത് വരുന്നത്, നമ്മുടെ ഒരു ന്യൂക്ലിയസിൻ്റെ സൈസായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അതിന് യൂഷ്വലി ഒരു ആങ്സ്ട്രം ലെവലിൽ, ആങ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ആങ്സ്ട്രം ലെവലിലൊക്കെയാണ് അതിൻ്റെ ഒരു സൈസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററുടെ നീളം എൻ്റെ ഒപ്പറിഞ്ഞിരിക്കേണ്ട കാര്യം, ഞാൻ എപ്പോഴും ഒരു ആറ്റം റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. അത് XAZ എന്ന രീതിയിലായിരിക്കും. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ആ ആറ്റത്തിൻ്റെ പേരായിരിക്കും. ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെർലിയം, ബോറോൺ, അങ്ങനെ ഏത് ആറ്റത്തിനെ അല്ലെങ്കിൽ ഏത് എലമെൻറ്റിനെ കുറിച്ചാണോ ഞാൻ സംസാരിക്കുന്നത് ആ എലമെൻറ്റിൻ്റെ പേരായിരിക്കും എന്ത്, എക്സ് എന്ന് പറയുന്നത്. പിന്നെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. എ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. എന്താണ് മാസ് നമ്പർ? കൂടെ പറഞ്ഞേ, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. മനസ്സിലായോ? അതിനാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. പിന്നെ നിങ്ങൾ അറിയേണ്ടത് വാട്ട് ഡു യു മീൻ ബൈ Z. Z എന്ന് പറയുന്നത് എന്താ? ദാറ്റ്സ് ആൻ അറ്റോമിക് നമ്പർ. എന്താണ് അത്? ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ദാറ്റ്സ് അഗെയിൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായി മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ്. നമുക്കറിയാം ഒരു ആറ്റത്തിൽ Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്, ശരിയാണല്ലോ. ദിസ് വിൽ ബി ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണും ഉണ്ടാവും. അപ്പോൾ Z നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ടാവും. കാരണം എന്താ, എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺ വേണം. അങ്ങനെയാണ് നമ്മുടെ ആറ്റം സ്റ്റേബിൾ ആവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അറിയേണ്ടത് എത്ര നമ്പർ ഇതുണ്ട്, ഏത് നമ്മുടെ ന്യൂട്രോൺസ് ഉണ്ട്. നമുക്കറിയാം എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ്. അതിൽ Z എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. സോ A മൈനസ് Z എടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, സോ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A മൈനസ് Z. മനസ്സിലായോടാ? മനസ്സിലായോ? ഗ്രേറ്റ്. സോ മാസ് നമ്പർ P+N. ഓക്കെ ആണല്ലോ. ഞാൻ ബേസിക്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ എന്താ പ്രോട്ടോൺ, എത്ര എണ്ണ ന്യൂട്രോൺ, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കും. ദയവ് ചെയ്ത് അങ്ങനത്തെ മിസ്റ്റേക്സ് വരുത്തരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്ത കാര്യം, അറ്റോമിക് മാസ് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അറിയാലോ? അറ്റോമിക് മാസ്. അപ്പോൾ അറ്റോമിക് മാസ് നമ്മൾ പറയുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ്, അതായത് നമ്മൾ അറ്റോമിക് മാസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാസ് ഓഫ് C12 ആറ്റം ബൈ 12. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കാർബൺ മോളിക്യൂളിൽ അതിൻ്റെ ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അല്ലേ, C12 ആണ്. C12 എന്ന് പറയുമ്പോൾ 12 പ്രോട്ടോൺസ് പ്ലസ് 12 ന്യൂട്രോൺസ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ അതിൻ്റെ ടോട്ടൽ മാസ് എടുത്ത് അതിനെ ബൈ 12 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.66 × 10⁻⁻27 കിലോഗ്രാം. അതാണ് അറ്റോമിക് മാസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഇവിടെ വി ബ്രോട്ട് ദി ഡെഫിനിഷൻ ഓഫ് അറ്റോമിക് മാസ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.6 × 10⁻⁻27. അപ്പോൾ ഇനി നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന ഫുൾ എന്തായിരിക്കും? ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്, ഫൈൻ. ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ഡാറ്റാസ് കൂടെ ഞാൻ തരാം. കാരണം ഡാറ്റാസ് വേറെ ഒന്നുമല്ല, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ്. മാസ് ഓഫ് പ്രോട്ടോൺ എത്രയാണ്? മാസ് ഓഫ് പ്രോട്ടോൺ 1.6726 × 10⁻⁻27 കിലോഗ്രാം. അറിയാലോ. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 9.1 × 10⁻⁻31 കിലോഗ്രാം. മാസ് ഓഫ് ന്യൂട്രോൺ എത്രയാണ്? 1.6749 × 10⁻⁻27 കിലോഗ്രാം. ഓക്കെ ആണല്ലോ. ഈ മൂന്ന് ഡാറ്റ നിങ്ങൾ അറിയണം. മാസ് ഓഫ് പ്രോട്ടോൺ എല്ലാം 1.67 എടുക്കുക. ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയണമെങ്കിലാണ് ഞാൻ തന്നത്. അതുപോലെ തന്നെ മാസ് ഓഫ് പ്രോട്ടോൺ. ഇനി നിങ്ങൾ അറിയേണ്ട അറ്റോമിക് മാസിൽ എത്രയാണ്? അറ്റോമിക് മാസിൽ ഇത് 1.007 × 727 യൂണിറ്റ് ആണ്. അതുപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ 0.0005 U ആണ്. അതുപോലെ തന്നെ മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1.00866 U ആണ്. ഓക്കെ ആണല്ലോ. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടേബിളാണ് എന്താണ് മാസ് ഓഫ് പ്രോട്ടോൺ ഇൻ ടേംസ് ഓഫ് അറ്റോമിക് യൂണിറ്റ്. അപ്പോൾ നിങ്ങൾ കാണാപ്പാടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി ഈ ഒരു റേഞ്ചിലാണ് ഉള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുകയാണ് വാട്ട് ഇസ് എ മാസ്, അങ്ങനെ അല്ലെങ്കിൽ മാസ് എന്തെങ്കിലും തരാൻ അല്ലെങ്കിൽ അറ്റോമിക് യൂണിറ്റിൽ നിങ്ങളോട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് മാത്രമാണ് തന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അതോടെ ഇരുന്നോട്ടെ. ഞാൻ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞു, ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് നോയിങ് കേട്ടോ. ഓക്കെ, കമ്മിങ് ടു മെയിൻ ടോപ്പിക്.
ഇതൊരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള മെയിൻ കാര്യമാണ് ടൈപ്സ് ഓഫ് ന്യൂക്ലിയൈ. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് 3 ടൈപ്പ് ന്യൂക്ലിയൈ ആണുള്ളത്. നിങ്ങൾ പറഞ്ഞേ ഏതൊക്കെയാണ് 3 ടൈപ്പ് ന്യൂക്ലിയൈ? വേഗം പറഞ്ഞേ. ഒന്ന് ഐസോ ടോപ്പാണ്. എന്താണ് ഐസോ ടോപ്പ്? രണ്ടാമത്തത് ഐസോ ബാർ. മൂന്നാമത്തത് ഐസോ ടോൺ. ഓക്കെ ആണല്ലോ. ഏതൊക്കെയാണ്? ഐസോ ടോപ്പ് ഉണ്ട്, ഐസോ ബാർ ഉണ്ട്, ഐസോ ടോൺ ഉണ്ട്. ഓക്കെ ആണല്ലോ. ഐസോ ടോപ്പ്, ഐസോ ബാർ ആൻഡ് ഐസോ ടോൺ. ഓക്കെ ആണല്ലോ. അങ്ങനെ 3 ടൈപ്പ് ന്യൂക്ലിയസ് ആണുള്ളത്. എന്താണ് ഐസോ ടോപ്പ് എന്ന് പറഞ്ഞാൽ? ഐസോ ടോപ്പിൻ്റെ അറ്റോമിക് നമ്പർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അഥവാ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ആയിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ആയിരിക്കും. ഐസോ ബാർ ആവട്ടെ മാസ് നമ്പർ ഈക്വൽ ആയിരിക്കും, അഥവാ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ആയിരിക്കും. ഐസോ ടോൺ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അനദർ തിങ്. അതിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആയിരിക്കും എളുപ്പം. ന്യൂട്രോൺസ് ആയിരിക്കും കോൺസ്റ്റൻറ്റ്, അതായത് A-Z ആയിരിക്കും എന്ത് ഇവിടെ കോൺസ്റ്റൻറ്റ് പറയുന്നത്. മനസ്സിലായോടാ? മനസ്സിലായോ? സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് ആൻ ഐസോടോപ്പ്, വാട്ട് ഇസ് ആൻ ഐസോബാർ, വാട്ട് ഇസ് ആൻ ഐസോടോൺ. മനസ്സിലായോടാ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഫൈൻ. സോ അത് മനസ്സിലാക്കി. ഇനി നിങ്ങൾ അറിയേണ്ടത് കുറച്ച്, ഇതിപ്പോൾ എനിക്കറിയാം എല്ലാവർക്കും ബോറിംഗ് ആണെന്നറിയാം ഈ ഒരു ചാപ്റ്റർ. അഫ്കോഴ്സ് ഇറ്റ് ബോസ് മീ ഓൾസോ, നമുക്കും ബോറായിട്ട് തന്നെ തോന്നും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ചാപ്റ്ററും പഠിക്കണം അല്ലേ. അപ്പോൾ എനിക്ക് എപ്പോഴും വന്നിട്ട് ഹൈഫൈ ചാപ്റ്റേഴ്സ് എടുക്കാൻ പറ്റില്ല. എല്ലാ ചാപ്റ്റേഴ്സും ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എടുത്തു തരണ്ടേ. കാരണം ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാവരും, കാരണം നമുക്ക് ഡോപ്പ സ്റ്റുഡൻസ് മാത്രമല്ല പുറത്തുനിന്നുള്ള ഒരുപാട് കുട്ടികൾ റിലേ ചെയ്യുന്ന ഒരു സെഷനാണ് കോംബി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ചാപ്റ്റർ പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലോ അത് കിട്ടിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഈ കാണുന്ന സെഷനിൽ ഒരേ ഒരു കുട്ടിക്ക് ഇത് പുതിയ അറിവാണെങ്കിൽ അത് മതി എനിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും കൺവിൻസിങ് ആയിട്ട് എല്ലാ ടോപ്പിക്സും കൂടി എടുക്കാൻ തുടങ്ങി ഇറ്റ്സ് പോസിബിൾ അല്ലേ. കുറച്ച് പേർക്ക് ചില ടോപ്പിക്സ് വളരെ ഡെപ്തിൽ വേണ്ടി വരും, ചിലർക്ക് അത് വളരെ പെരിഫറി ആയിട്ട് മതിയാവും, ചിലർക്ക് വേണ്ടിയേ വരില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്കൊരു ആവറേജ് ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അപ്പീലിംഗ് ആവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ചാപ്റ്റേഴ്സും എടുക്കും, ആ ചാപ്റ്റേഴ്സിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഓക്കെ ഈ ഒരു ചാപ്റ്ററും പഠിക്കണം, ഒരു ക്വസ്റ്റ്യൻ വരും, 4 മാർക്കാണ്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ് അല്ലേ. ശരിയാണല്ലോ, ഗ്രേറ്റ്, ഫൈൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി പ്രോപ്പർട്ടി ഓഫ് ന്യൂക്ലിയൈ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയൈ? നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സൈസ് വെച്ചാണ്. ഓക്കെ, അപ്പോൾ സൈസ് മനസ്സിലാക്കേണ്ട സമയത്ത് റേഡിയസ് ഓഫ് ന്യൂക്ലിയൈ ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് റൂട്ട് ഓഫ് മാസ് നമ്പർ. ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുക, R is proportional to A⁻⁴, അഥവാ R എന്ന് പറയുന്നത് R0 A⁻⁴ ആണ്. ഓക്കെ ആണ്. അതിൽ R0 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ 1.2 ഫെർമി മീറ്റർ ആണ്. R0 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ 1.2 ഫെർമി മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അത് മനസ്സിലാക്കി വയ്ക്കാം. ഇനി അടുത്തത് വോളിയം. സോ വോളിയം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു R³. ഓക്കെ ആണല്ലോ. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാം R is inversely proportional to A⁻⁴. ശരിയാണല്ലോ. അപ്പോൾ ഈ സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു A⁻⁴ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? V is proportional to A. V is proportional to A. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? വോളിയം എന്ന് പറയുന്നത് Aന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ റയോപ്റ്റിക്സ് എടുക്കാമോ ഇനി വരുന്ന സെഷൻ? ഡെഫിനറ്റ്ലി. എനിക്കിപ്പോൾ തോന്നുന്നു എനിക്ക് ചാർട്ട് ചെയ്തിട്ടുള്ള ബാക്കി ചാപ്റ്റേഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഉണ്ട്, റയോപ്റ്റിക്സ് ഉണ്ട്, AC ഉണ്ട്, പിന്നെ ന്യൂക്ലിയർ ഇപ്പോൾ കഴിയും. ആൻഡ് ബാക്കി ഏതെങ്കിലും ചാപ്റ്റേഴ്സ് മാഗ്നറ്റിസത്തിന് ഏതൊരു മൊഡ്യൂൾ തീർന്നിട്ടില്ലാവുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി മിക്കവാറും ഈ ഫിസിക്സിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സ് ഫുൾ എടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. അത് ഈ ഒരു ഞായറാഴ്ചയ്ക്ക് മുന്നേ തന്നെ നിങ്ങൾക്ക് തീർത്തുതരാം. ഞായറാഴ്ച അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി ഇനി മിക്കവാറും കണ്ടിന്യൂസ് ഡേയ്സിൽ ഫിസിക്സ് ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് എടുത്തു, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പെൻഡിങ് ആണെന്ന് അറിയാം. അപ്പോൾ അതെല്ലാം തീർക്കണം. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ഇനിയുള്ള ഒരു കോഴ്സ് ഓഫ് ടൈമിൽ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എടുത്തു തരും കേട്ടോ. ഡോണ്ട് വറി. അപ്പോൾ നമ്മൾ ഇത് ഫോളോ ചെയ്യുക. കാരണം മിക്കവാറും ഈ കാര്യം ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ക്ലാസ്സസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം എന്താ വെച്ചാൽ അവിടെയും ഇവിടുന്നും ഉള്ള ഒരുപാട് കാര്യങ്ങളെ ലിങ്ക് ചെയ്താൽ പറയാറ്, ജസ്റ്റ് ഒരു ചാപ്റ്റർ മാത്രമല്ല പറയുക. അപ്പോൾ എന്തായാലും റയോപ്റ്റിക്സ് എടുക്കും. റയോപ്റ്റിക്സ് വിൽ ബി ലൈക്ക് അനദർ, നമുക്ക് അടിപൊളിയായിട്ട് റയോപ്റ്റിക്സും പഠിക്കണം. ഡെഫിനറ്റ്ലി വിൽ ബി കമ്മിങ്. ഓക്കെ, ഫൈൻ. ഇനി മാസ് ഓഫ് ന്യൂക്ലിയസ്. സോ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂക്ലിയസ് ഈസ് വെരി 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 സ്മോൾ അല്ലേ. ഭയങ്കര ചെറിയൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിന് തൂക്കുക അല്ലെങ്കിൽ അതിന് കിലോഗ്രാമിലേക്ക് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരുമാതിരി എന്താ പറയുക, ശരിയാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പറയുന്ന കാര്യം അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ്. ഓക്കെ ആണല്ലോ. അത് നമ്മൾ പറയുന്ന ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ മനസ്സിലാക്കുക മാസ് ഇസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ ആണല്ലോ. സാർ എൻ്റെ ഫ്രണ്ട് നീറ്റ് അപ്ലൈ ചെയ്തു ബട്ട് +2 ഫെയിലായി, സേ എക്സാം പാസ്സായാൽ നീറ്റ് എഴുതാമോ? ഡെഫിനറ്റ്ലി സേ എക്സാം പാസ്സായി നീറ്റ് എഴുതാം.
The criteria to write NEET is getting a pass mark in 12th exam. So it doesn't matter when did you pass, it's just you have to pass. Okay ആണല്ലോ, ഫൈൻ. സർ ഇത് PDF ആക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഇത് PDF ആക്കാമല്ലോ. ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ഏത് ഗ്രൂപ്പ്സിലാണുള്ളത് നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു തരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ. അല്ലെങ്കിൽ ഡോപ്പയിലെ ആ ഒരു ലൈക്ക് വിങ്ങിലേക്ക് ഞാൻ അയച്ചു കൊടുക്കാം. ദേ വിൽ ബി ഹെൽപ്പിംഗ് യു. ഓക്കെ ഫൈൻ. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡെൻസിറ്റി ആണ് കേട്ടോ. സോ ഡെൻസിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അധികം ഒന്നും ഡെൻസിറ്റിനെ കുറിച്ച് അറിയണ്ട. ഡെൻസിറ്റി ഇസ് ആക്ച്വലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ. അത് ടോട്ടലി നിങ്ങൾക്ക് ഭയങ്കര കോമൺ സെൻസ് ആണ്. കാരണം നമുക്കറിയാം വെള്ളത്തിൻ്റെ ഡെൻസിറ്റി അത് 1 ലിറ്റർ എടുത്താലും 2 ലിറ്റർ എടുത്താലും 3 ലിറ്റർ എടുത്താലും സെയിം ആണ്, 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലേ. അതായത് 1 ലിറ്റർ വെള്ളം 1 കിലോഗ്രാം ആയിരിക്കും. അത് തന്നെയാണ് ആറ്റത്തിൻ്റെയും കാര്യം. കാരണം ന്യൂക്ലിയസ് സെയിം ആണ്. ന്യൂക്ലിയസ് ഈസ് ഓൾവേസ് ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ. നീ എന്തൊക്കെ ചെയ്താലും ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ ആണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നീ എത്ര ന്യൂട്രോൺസ് എങ്ങനെ എടുത്താലും ദാറ്റ് വിൽ ബി ലൈക്ക് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണ്. ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. എന്താണ് പറയുന്നത്? ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ. ന്യൂക്ലിയർ ഡെൻസിറ്റി എന്താണ്? ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ. സോ നേഹ എം ഇസ് ഹിയർ. നേഹ എവിടെയായിരുന്നു? നേഹയൊക്കെ ഡെയിലി വന്നിട്ട് ലൈക്ക് ഞാൻ ക്ലാസ് എടുക്കില്ല അങ്ങനത്തെ ദിവസങ്ങൾ വന്നിട്ടും ഹായ് പറഞ്ഞു പോകുന്ന ആളാണല്ലോ. ഇന്നിപ്പോൾ ലേറ്റായിട്ടാണ് കയറിയത്, ഞാൻ ഇന്ന് വന്ന ദിവസം. ഓക്കെ ഫൈൻ. നമ്മുടെ വേറെ കുറച്ച് റെഗുലറായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. സോനു തോമസ് ഒക്കെ എവിടെ പോയി? ഓക്കെ ഫൈൻ. സോ നമ്മൾ ഇനി അടുത്തത് അപ്പോൾ നമ്മൾ ബേസിക്സ് പറഞ്ഞു അല്ലേ, അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് റിഗാർഡിംഗ് ദി ഫോഴ്സ് ആക്ടിങ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസ് ഇസ് ബേസിക്കലി മേഡപ്പ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ശരിയാണല്ലോ. നമുക്കറിയാം യൂണിവേഴ്സിൽ എന്ത് 2 മാസസ് അടുത്ത് വെച്ചാലും ദേ ഹാവ് ദി ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. നമുക്കറിയാം ദർ ഇസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം. കാരണം നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആ 2 ഒബ്ജക്റ്റിനെ അടുപ്പിച്ച് വെക്കുന്നത് അല്ലേ. സോ ദർ ഇസ് നോ പോയിന്റ് ലൈക്ക് യു ക്യാൻ എന്താണ് ഒരു ഫോഴ്സ് ഉണ്ടാവാണ്ടിരിക്കുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവർക്ക് 2 പേർക്കിടയിലും ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ബട്ട് ഇതിലൊരു കാര്യമുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് പ്രോട്ടോണും ഇടയ്ക്ക് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 2 ചാർജ്ഡ് ബോഡീസിന് ഇടയ്ക്കുള്ള ഫോഴ്സാണ്. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, അവർ അങ്ങനെ എവിടെ വെച്ചാൽ അവിടെ ഇരിക്കും. പക്ഷേ പ്രോട്ടോണും അടുത്തുണ്ട്, അപ്പോൾ ഇവർ റിപ്പൽ ചെയ്യും. സോ ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ വരും. നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് ഇസ് വേ മോർ പവർഫുൾ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെ അവർ 2 പേരും അടുത്ത് വന്നാലും ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് തന്നെ അവർ അകന്ന് ദൂരെ പോകും. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസ് വിൽ ബി അൺസ്റ്റേബിൾ. ഓക്കെ ആണോ? കാരണം ന്യൂക്ലിയസിന് അടുത്തിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാരണം അടുത്തിരിക്കുമ്പോഴേക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് വരും, അവർ അകന്ന് പോകും. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ, കാരണം ന്യൂക്ലിയസ് അങ്ങനെ നിന്നാൽ മാത്രം പോരാ, അവൻ പുറത്തുള്ള ഇലക്ട്രോൺസിനെയും വിളിക്കണം. അപ്പോൾ അങ്ങനെ അവർ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ദേ ഷുഡ് ബി സം വെരി സ്ട്രോങ് ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് അല്ലേ. നമുക്ക് മനസ്സിലാകാത്ത, നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കിഡിലൻ ഫോഴ്സ് അതിനകത്തുണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് നോൺ ആസ് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ് ആ ഫോഴ്സ്? ന്യൂക്ലിയർ ഫോഴ്സ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, പുതിയ ഒരു ഫോഴ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ്? ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ആക്ച്വലി ന്യൂക്ലിയോൺസിനെ പിടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പുതിയൊരു ടേം പറയും. എന്താണ് ന്യൂക്ലിയോൺസ്? ന്യൂക്ലിയസിനകത്തുള്ള ഏതൊരു സാധനത്തിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കാം. സോ വെദർ ഇറ്റ് ഇസ് പ്രോട്ടോൺ, വെദർ ഇറ്റ് ഇസ് ന്യൂട്രോൺ, അങ്ങനെ ആരാണെങ്കിലും നിനക്ക് അതിൻ്റെ മൊത്തത്തിൽ എന്ത് വിളിക്കാം? ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കാം. മനസ്സിലായോ? ഫൈൻ. ഇനി ഈ ഒരു ന്യൂക്ലിയോൺസിനെ കുറിച്ച് പറയുന്ന സമയത്ത് യു ഹാവ് ടു സ്പീക്ക് അബൌട്ട് ന്യൂക്ലിയർ ഫോഴ്സ്. കാരണം ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച്, കാരണം പുതിയൊരു ഫോഴ്സാണ് അല്ലേ, നിങ്ങൾ പഠിക്കുന്ന ഒരു പുതിയ ഫോഴ്സാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് 1-2 MCQs എക്സ്പെക്റ്റ് ചെയ്യാം. ഡെഫിനറ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടല്ലോ, ഇനിയുള്ള ഡേയ്സ് മോക്ക് എഴുതണോ അതോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ചെയ്യണോ നല്ലത്? ഓക്കെ, ദാറ്റ് ടോട്ടലി ഡിപ്പെൻസ്. എന്താ പറയുക, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു റിപ്പീറ്ററാണ്, യു ഹാവ് ഡൺ ഓൾമോസ്റ്റ് ഒരു ചാപ്റ്റേഴ്സൊക്കെ അറിയാം. ഓക്കെ, നിങ്ങൾക്ക് തിയറി ഒക്കെ ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് ഗോയിങ് ഫോർ മോക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോക്ക് ടെസ്റ്റ് ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോട്, ഞാൻ ഇപ്പോൾ മെൻറ്റർഷിപ്പ് ചെയ്യുമ്പോൾ എൻ്റെ താഴെയുള്ള കുട്ടികളോട്, അതുപോലെ തന്നെ ഞാൻ ജനറലായിട്ട് പറയാറുള്ള കാര്യം, എപ്പോഴും എന്നും നിങ്ങൾ റിവൈസ് ചെയ്യണം.
അറ്റ്ലീസ്റ്റ് ഇപ്പോൾ 25 ദിവസം ഒരു ദിവസം 2 ചാപ്റ്റർ ബയോളജി എങ്കിലും റിവൈസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മേ ബി പോസിബിൾ ഒരു വീഡിയോ ആയിട്ടോ ഒരു മെൻറ്റർ സ്റ്റോക്ക് പോലെ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ അവസാനത്തെ 25 ദിവസം വൃത്തിക്ക് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ പോലെ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി കമ്മിങ് ഔട്ട് സൂൺ. ഓക്കെ, സോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 2 ചാപ്റ്റർ ബയോളജി പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഒരു മോക്ക് ടെസ്റ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഒന്നിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഭയങ്കര മടുപ്പായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആകെ ചടക്കരുത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫിസിക്സ്, കെമിസ്ട്രി ഇതൊക്കെ റിവൈസ് ചെയ്യുക. എങ്ങനെയാണ് റിവൈസ് ചെയ്യുക? ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാപ്റ്റർ എടുക്കുക, നിങ്ങൾ ഒരു 45 to 1 hour എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന നോട്ട്സ് ദീസ് ആർ ലൈക്ക് പെർഫെക്റ്റ് നോട്ട്സ് അല്ലേ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഒരു എൻട്രൻസ് പേർപ്പസിന് വേണ്ടി എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു നോട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 45 to 1 hour കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു നോട്ട് കംപ്ലീറ്റ് വായിച്ച് നല്ലൊരു ബേസ് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മുടെ MTGയോ അല്ലെങ്കിൽ അരിഹന്തോ അല്ലെങ്കിൽ നമ്മുടെ ഡോപ്പയുടെ മൊഡ്യൂൾ എടുക്കുക. അതിനകത്ത് പ്രീവിയസ് ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 20 to 25 years, മോസ്റ്റ് പ്രോബ്ലി 2005 തൊട്ടുള്ളത് ചെയ്യാം. കാരണം അതിന് മുന്നേ നമുക്ക് NCERT സിലബസ് വേറെ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2005 തൊട്ടുള്ള ഒരു 2020 വരെയുള്ള ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് എടുക്കുക. വിത്തിൻ 1 hour സോൾവ് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ 1 hour ഇത് ഒരു 30 minutes റിവിഷൻ. അങ്ങനെ 1 hour 30 minutes കൊണ്ട് ഒരു ചാപ്റ്റർ കഴിയും. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഇങ്ങനെ വേണം നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായോ? ദിസ് ഇസ് ആക്ച്വലി ദ റൈറ്റ് വേ ഓഫ് റിവൈസിങ്. അല്ലാണ്ട് റിവൈസിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും മൊത്തം എടുത്ത് വായിച്ച് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെയല്ല. യു ഹാവ് ടു ബി സ്മാർട്ട് ഇനഫ് ടു റിവൈസ് പ്രോപ്പർലി ഇൻ ദി അഡിക്വേറ്റ് ടൈം. അല്ലാണ്ട് നമ്മൾ ഒരുപാട് നേരം പഠിച്ചിട്ടൊന്നൊരു കാര്യമില്ല. ഓക്കെ ആണല്ലോ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കെമിസ്ട്രി ആണെങ്കിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ സർ, ഹൗ മച്ച് ക്വസ്റ്റ്യൻസ് ടു എക്സ്പെക്ട് ഫ്രം ദിസ് ചാപ്റ്റർ? ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ കേട്ടോ. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റംസ് പ്ലസ് ന്യൂക്ലിയർ എന്ന് 2 ക്വസ്റ്റ്യനാണ്. ആറ്റംസ് പ്ലസ് ന്യൂക്ലിയർ എന്ന്. അപ്പോൾ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ആറ്റംസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ എന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ 1+1 ആയിട്ട് ആറ്റംസ് ന്യൂക്ലിയർ എന്ന് ചോദിക്കാം. അത്ര ആക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. ഫൈൻ. സർ, CMC കട്ട് ഓഫ് എത്രയാണ് ചെന്നത്? CMC കട്ട് ഓഫ് യൂഷ്വലി ഇറ്റ് യൂസ് ടു കം അറൗണ്ട് ഒരു 660+, 660 ആ റേഞ്ചിലാട്ടോ കട്ട് ഓഫ് വരാറ്. 660 ഉണ്ടെങ്കിൽ എന്തായാലും യു വിൽ ബി ഗെറ്റിംഗ് എ സീറ്റ് ഇൻ CMC. 650 ഒക്കെ ഇടയ്ക്ക് താഴത്തേക്ക് പോകാറുണ്ട്, പക്ഷെ അതിൽ താഴെ പോയിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, 25 days ഇനി പഠിച്ചാൽ കിട്ടുമോ? ഇത് എല്ലാ ദിവസവും ഞാൻ കോംബി എടുക്കാൻ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു 1.5 months ആയി. എല്ലാ ദിവസവും ആദ്യം 2 months കൊണ്ട് കിട്ടുമോ, 1 month കൊണ്ട് കിട്ടുമോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദർ ഇസ് സ്റ്റിൽ ടൈം. ഓക്കെ, കാരണം നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡെയിലി ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് 25 ദിവസമാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ 6 ചാപ്റ്റർ റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ 4 ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ 25 into 4 is 100. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങനെ 4 എണ്ണം? രാവിലെ എണീറ്റൊരു ബയോളജി വായിക്കുക, രാത്രി കിടക്കാൻ നേരത്തൊരു ബയോളജി വായിക്കാം, രാവിലെ ഒരു ഫിസിക്സ് പഠിക്കുക, ഉച്ചയ്ക്കൊരു ഫിസിക്സ് പഠിക്കുക, കഴിക്കും. നിങ്ങളുടെ ഒരു ദിവസം റിവിഷൻ കഴിക്കും. ശരിയാണോ? നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ടടാ. നിങ്ങൾ പഠിക്കാനുള്ളൊരു മനസ്സ് മാത്രം കാണിച്ചാൽ മതി. നിങ്ങൾ ഒരിക്കലും വെറീഡ് ആവണ്ട. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, നിങ്ങൾ കോംബി റൂംസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു കോംബി റൂമെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ 2 എണ്ണം ഉണ്ടാവും. സോ ഈസിലി ലൈക്ക് സാറുമാരുടെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഇനി ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെയൊക്കെ കോംബി റൂംസ് അവൈലബിൾ ആണ്. ഇലക്ട്രോ സ്റ്റഡീസ് അതും എൻ്റെയും വേറെ അജിത്തിൻ്റെ ദേവപ്രിയയുടെ ഒക്കെ ഇഷ്ടം പോലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളെടുക്കുക, നിങ്ങളങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു സ്റ്റിൽ ഹാവ് ഇനഫ് ടൈം ഇഫ് യു ആർ റെഡി ടു ഗ്രൈൻഡ്. ഓക്കെ ആണല്ലോ. അല്ലാണ്ട് നിങ്ങളിങ്ങനെ കിട്ടുമോ കിട്ടില്ല അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളാരും തടയാൻ കഴിയില്ല. അപ്പോൾ അതിന് റൈറ്റ് ടൈം അങ്ങനെയൊന്നുമില്ല. എവറി പോയിന്റ് അല്ലെങ്കിൽ നൗ ഇപ്പം പാസ്റ്റ് കഴിഞ്ഞു, നിങ്ങളുടെ കയ്യിലില്ല. പക്ഷേ ഫ്യൂച്ചറിൻ്റെ പ്രശ്നം, നമ്മൾ പറയും ഫ്യൂച്ചർ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ പ്രശ്നം എന്താ അറിയോ, ഫ്യൂച്ചറിന് നിങ്ങൾ എപ്പോഴും പ്രസൻ്റ് ആക്കാനാണ് ശ്രമിക്കുക. അതായത് ഇന്ന് വൈകുന്നേരം പറയും നാളെ രാവിലെ കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങാം. നാളെ രാവിലെ ചിലപ്പോൾ ഒന്ന് ലേറ്റായി എണീറ്റാ ഇന്നത്തെ മൂടങ്ങ് പോയി, ഇനി നാളെ. പക്ഷെ ആ ഒരു നാളെ ഒരിക്കലും പല ആളുകൾക്കും വന്നിട്ടില്ല. ഇതുവരെ ആ നാളെ തുടങ്ങാത്ത ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ദയവ് ചെയ്ത് അതിലൊരാളായി നിങ്ങൾ മാറരുത്. ഇന്നാണ് നിങ്ങളുടെ നാളെ, അല്ലെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ദർ ഇസ് നോ പോയിന്റ് ഇൻ പോസ്റ്റ്പോണിങ്. കാരണം ഓരോ നിമിഷവും പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ കൂടെ നിങ്ങൾ പഠിച്ച് അവരുടെ ഒപ്പം നിങ്ങൾ എത്തിയാലേ നിങ്ങൾക്ക് അവർ കയറുന്ന അതേ മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ഗ്രേറ്റ്. സർ, ഫിസിക്സ് മാക്സിമം ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം?
ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഗുഡ് യു ആർ അറ്റ് ഫിസിക്സ്. അതായത് ഇപ്പോൾ ഞാനൊരു ഐഡിയലി പറയാം ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നാണ്, കവറിങ് ഓൾ കൺസെപ്റ്റ്സ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക് എടുത്തത് അതൊന്നൊരു 50 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ എടുക്കണം, നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഭയങ്കര ടഫ് ക്വസ്റ്റിനും ഭയങ്കര എളുപ്പ ക്വസ്റ്റും ചെയ്യാണ്ട് ഒരു മീഡിയം ലെവലിൽ ഒരു ഞാൻ പറഞ്ഞില്ല MTG, അരിഹന്ത്, പ്രദീപ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഡോപ്പ ക്വസ്റ്റ്യൻ ബാങ്ക് ഇസ് ഡൂയിങ് സം ഗ്രേറ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻ സാർ നൗ ഐ എം വെരിങ് 400 ആ സ്കോർ ചെയ്യുന്ന ദാറ്റ്സ് ഫൈൻ. 400 നീ ഇപ്പോഴത്തെ സ്കോർ നോക്കണം, യു ക്യാൻ സ്റ്റിൽ ഗെറ്റ് എ വെരി ഗുഡ് സ്കോർ ഇഫ് യു നീഡ്. നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ 400 എന്നൊക്കെ പറഞ്ഞാൽ 400+ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു 600 ആക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. ഒരു 300 ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, 400 ഒക്കെ ആണെങ്കിൽ യു ക്യാൻ സ്റ്റിൽ മേക്ക് ഇറ്റ് അപ്പ്. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും അത് സുഖമായിട്ട് 600+ ക്രോസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമൊക്കെ തുടങ്ങുന്ന സമയത്താണ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുക. ഒരു പേസിലെത്തിക്കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി എനിക്ക് പഠിച്ച് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളത്. ഓക്കെ ആണല്ലോ സർ? നെക്സ്റ്റ് ഇയർ NCERT സിലബസ് മാറുമെന്ന് പറയുന്നത് ട്രൂ ആണോ? അതൊരു നമുക്ക് ആക്ച്വലി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഫ്രം ദ സൈഡ് ഓഫ് CBSE അല്ലെങ്കിൽ അവർ NCERT, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ ഫൈൻ. സോറി സർ, ഫൈൻ. അതൊന്നും കുഴപ്പമില്ല. ദിസ് ഇസ് നിങ്ങൾക്ക് ഈ ഒരു കോംബി സെഷനിൽ നമ്മൾ വരുന്നതിൻ്റെ മെയിൻ കാര്യം നിങ്ങളുടെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുക. എന്തായാലും ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമല്ലോ, ചാപ്റ്റർ എന്തായാലും എൻ്റെ കൂടെ നിങ്ങൾ ഫുള്ള് പഠിക്കും. ബട്ട് അതിൽ കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ കൺസേൺസ് പറയുക, അത് അഡ്രസ്സ് ചെയ്യുക. കാരണം ഇതെന്തായാലും നമുക്ക് ന്യൂക്ലിയർ ചെറിയ ചാപ്റ്റർ ആണല്ലോ, അല്ല വേറൊരു ചാപ്റ്ററാണ് ഞാൻ ഓടിച്ചുവിട്ട് തീർക്കും. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ക്യൂറിയസിനൊന്ന് റിപ്ലൈ തരാണ്ട് തന്നെ ഓടാറുണ്ട്. ന്യൂക്ലിയർ ഇസ് സ്മോൾ ചാപ്റ്റർ, നിങ്ങൾക്ക് സുഖമായിട്ട് തീർക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക്. സർ ഞാൻ മോർണിംഗ് MTG ഫുൾ ചെയ്ത് അത് മതിയോ ഫിസിക്സ്? ഡെഫിനറ്റ്ലി അത് മതി, അത് വൃത്തിക്ക് ചെയ്യുക. അതിൽ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ ഉയരുക. കാണാപ്പാടല്ല, കൺസെപ്ച്വലി നിങ്ങൾ ഉയരുക. ഓക്കെ. ഈസ് എറർലെസ് ഫിസിക്സ് ഗുഡ് ഫോർ NEET? ഐ ഹാവ് യെസ്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഫിസിക്സ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഇനീഷ്യൽ ടൈമിലൊക്കെ ഞാൻ റിലേറ്റ് ചെയ്തൊരു ബുക്കായിരുന്നു എറർലെസ്. നല്ലൊരു ബുക്കാണ് എറർലെസ്. അവർ പേര് പറഞ്ഞ പോലെ തന്നെ തെറ്റുകളൊന്നും ഇല്ലാത്തൊരു ബുക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ പ്രിഫർ ഇറ്റ്. ഓക്കെ. ക്ലാസ് കഴിഞ്ഞു സാർ? ഇല്ലടാ, ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ കുട്ടികൾ കുറച്ച് ഡൗട്ട്സ് വെച്ചപ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങ് തെന്നി മാറിപ്പോയതാണ്. കമ്മിങ് ബാക്ക് ടു ഫീച്ചേഴ്സ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്. ഞാൻ പറഞ്ഞു നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സാണ് അല്ലേ. മേ ബി അങ്ങനെ പറയുമ്പോൾ തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ യൂണിവേഴ്സ്. ദിസ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ യൂണിവേഴ്സ്. ഓക്കെ ആണല്ലോ? ദിസ് ഇസ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ന്യൂക്ലിയോൺസിൻ്റെ ഇടയിൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഒരു തവണ ഇപ്പം ഞാൻ ഇതായിരുന്നു, അതായത് എന്താ പറയുക, എയിംസ് എന്ന സമയത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട്, അല്ലെങ്കിൽ ഞാൻ എന്തൊരു ക്വസ്റ്റ്യൻ മറന്നുപോയി. ഓക്കെ, എമംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് ന്യൂക്ലിയോൺ ഫോഴ്സ് വിൽ നോട്ട് ആക്ട്. ഇങ്ങനെ ന്യൂട്രോൺ ന്യൂട്രോൺ, ന്യൂട്രോൺ പ്രോട്ടോൺ, പ്രോട്ടോൺ പ്രോട്ടോൺ, ന്യൂട്രോൺ ഇലക്ട്രോൺ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആൻസർ ഇസ് ന്യൂട്രോൺ ഇലക്ട്രോൺ. കാരണം എന്താ? ഇലക്ട്രോൺ ഈസ് ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്. നമുക്കറിയാം ഇലക്ട്രോൺ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഓക്കെ ആണോ? ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, യെസ്, ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ചാർജ്. ദാറ്റ്സ് എ മെയിൻ തിങ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം, ദിസ് ഇസ് എ വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. വെരി ഷോർട്ട് റേഞ്ച്. വെരി ഷോർട്ട് റേഞ്ച് എന്ന് പറയാൻ കാരണം എന്താ അറിയാം? വെരി ഷോർട്ട് റേഞ്ച് എന്ന് പറയാൻ കാരണം ഈ ഫോഴ്സ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ, അതിൻ്റെ പുറത്തേക്ക് എവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് കൂട്ടിയാൽ തന്നെ ഈ ഫോഴ്സ് വല്ലാണ്ട് അങ്ങ് കുറയും. ഓക്കെ ആണല്ലോ? പിന്നെ ഫിദ പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചാർജ്. അപ്പോൾ നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക. കാരണം ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് ഒരുപാട് തിയറി ഒന്നും ഞാൻ എവിടെയും വായിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ റെഫർ ചെയ്ത് എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ അത് പറയാം. ഓക്കെ ആണല്ലോ? ഇനി മെയിൻ കാര്യം, ഇറ്റ് ഈസ് നോട്ട് എ സെൻട്രൽ ഫോഴ്സ്. ഇത് ഇടയ്ക്ക് പറ്റിക്കാൻ ചോദിക്കാറുണ്ട്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ള മെയിൻ എല്ലാ സാധനങ്ങളും സെൻട്രൽ ഫോഴ്സാണ്. ദിസ് ഇസ് നോട്ട് എ സെൻട്രൽ ഫോഴ്സ്. സോ സെൻട്രൽ ഫോഴ്സ് ഒക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ റൊട്ടേഷണൽ മോഷൻ കാണാം, അതിനകത്ത് വൃത്തിക്ക് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ? ഫൈൻ. SC കട്ട് ഓഫ് എത്ര? SC കട്ട് ഓഫ് ഡിപ്പെൻസ് ആണ്. ഇടയ്ക്ക് 400, 450, 300 ആ റേഞ്ചിലൊക്കെ, 350 ആ റേഞ്ചിലൊക്കെ വരാറുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല, ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി ഇത് സെൻട്രൽ ഫോഴ്സ് അല്ല. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനിയാണ് അടുത്ത ഒരു എന്താ പറയുക, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് പറഞ്ഞേടാ. നമ്മളിപ്പോൾ വേറെ കുറച്ച് തിയറി എന്നൊക്കെ മാറിപ്പോയി, ബട്ട് സ്റ്റിൽ പഠിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? കാരണം നമ്മളിനി അടുത്ത് മൂവ് ചെയ്യാൻ പോകുന്നത് അടുത്ത വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് കേട്ടോ. സോ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഐ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ് ദിസ് മച്ച്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്.
ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ഐൻസ്റ്റൈൻസ് മാസ് എനർജി ഇക്വാലൻസ്. എന്താണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്? ആക്ച്വലി ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ ഒരു കാര്യം പറയുന്നത് വരെ നമ്മളെ സംബന്ധിച്ച് എനർജി ഒന്ന്, മാറ്റർ വേറൊന്ന്, അങ്ങനെയായിരുന്നു. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, നമ്മൾ മാസ്സാണ്. നമ്മളൊരിക്കലും ലൈറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ വിചാരിച്ചു ലൈറ്റും നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. സോ അങ്ങനെ നിൽക്കുന്ന ഒരു കാലത്താണ് ഐൻസ്റ്റൈൻ അവൻ്റെ അല്ലെങ്കിൽ ആ സാറ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളുടെ എനർജി മാസ് ഇക്വലൻസ് പറഞ്ഞത്. മൂപ്പര് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിനെ എടുക്കാം, എന്നിട്ട് നീ അതിനെ ലൈറ്റിൻ്റെ സ്പീഡിൽ അങ്ങ് നീക്കുക. അതായത് 3 × 10⁸ m/s എന്ന സ്പീഡിൽ നീ അതിനെ നീക്കാം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് 3 × 10⁸ m/s എന്ന സ്പീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ദിസ് ഒബ്ജക്റ്റ് വിൽ ടേൺ ഇൻ ടു എനർജി. അപ്പോൾ അത്രയും ഒബ്ജക്റ്റ്, അതായത് എം മാസുള്ള ഒബ്ജക്റ്റ്, സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് അല്ലേ. വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെതിൽ നീ അതിന് നീക്കുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് E=mc². അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ, എന്താണ് ഈ ഇക്വേഷൻ മീൻ ചെയ്യുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിന്നെ ഞാൻ എടുത്തിട്ട് ലൈറ്റിൻ്റെ വെലോസിറ്റിയിൽ അങ്ങ് എറിയുകയാണെങ്കിൽ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ 72 കിലോ ആണെങ്കിൽ 72 × 3 × 10⁻², അത്രയും ജൂൾ എനർജി എന്നുണ്ടാവും എന്നിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ, ഫൈൻ. 2020 ക്വസ്റ്റ്യൻസ് അബൌട്ട് ഐൻസ്റ്റൈൻ മാസ് എനർജി. ഡെഫിനറ്റ്ലി ആ ക്വസ്റ്റ്യൻ നമ്മളിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഐൻസ്റ്റൈൻസ് മാസ് ഇക്വലൻസ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മാസ് ഡിഫക്റ്റിനെ കുറിച്ചാണ്. എന്താണ് മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കാം. നിങ്ങൾ ഒരു ത്രാസ് എടുക്കുക. അതിനകത്ത് ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഹീലിയം എടുക്കുകയാണ്, ദാറ്റ് ഈസ് 4He2 അല്ലേ, 4He2. അപ്പോൾ അതിനകത്ത് 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഇതാണ് ഹീലിയം എന്ന് വിചാരിക്കാം, അതിൻ്റെ ന്യൂക്ലിയസ് എടുത്തിട്ട് ഒരു ത്രാസിൽ വെക്കുകയാണ്. ഓക്കെ, ത്രാസ് എടുത്തിട്ട് ഒരു ത്രാസിൽ വെക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിലിപ്പോൾ 2 ന്യൂട്രോൺസ് ഉണ്ട്, 2 പ്രോട്ടോൺസ് ഉണ്ട്, അതിനെ ഞാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ 2 സബ്സ്റ്റൻസ് കൊണ്ടാണ് അല്ലേ. അപ്പോൾ നീ അത് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ നിൽക്കണം, ഈക്വലായി നിൽക്കണം. പക്ഷേ അതല്ല സംഭവിക്കുക, ഇത് താഴേക്ക് പോകും. ആക്ച്വലി നമ്മളങ്ങനെ ത്രാസ് വെക്കുകയാണെങ്കിൽ ത്രാസ് ഇങ്ങനെ ഉണ്ടാവുക. ഈ ഭാഗത്ത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണും ഇവിടെ ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന്നൊരു കാര്യം മനസ്സിലായി. എന്താണ് മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ അല്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലേ. അതായത് മാസ് ഓഫ് ന്യൂട്രോണിൻ്റെ കൂടെ എന്തോ ഒന്ന്, എന്താണെന്ന് നമുക്കറിയില്ല, എന്തോ ഒന്ന് കൂട്ടുമ്പോഴാണ് മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ ആവുന്നത്. അങ്ങനെയുള്ള എന്തോ ആ ഡിഫറൻസ് ഉണ്ടല്ലോടാ, ആ ഡിഫറൻസിനെ നീ വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ്. മനസ്സിലായോ? ആ ഡിഫറൻസിനെ നീ വിളിക്കുന്ന പേരാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോടാ? മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദി കൺസെപ്റ്റ് ഓഫ് മാസ് ഡിഫക്റ്റ്? അങ്ങനെയാണെങ്കിൽ മാസ് ഡിഫക്റ്റ് Δm എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു അറ്റോമിക് നമ്പർ Z ആണെങ്കിൽ അതിനകത്ത് Z പ്രോട്ടോൺ ഉണ്ടാവും, അപ്പോൾ അത്രയും മാസ് ഉണ്ടാവും. പ്ലസ് A - Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് അല്ലേ. അത്ര ഇതാണ് നമ്മുടെ എന്ത് ടോട്ടൽ നമ്പർ ഓഫ് ഈ സാധനം. ഓക്കെ, ഇപ്പോൾ ഈ വെയിറ്റ് കിട്ടി, അതൊന്ന് ന്യൂക്ലിയസിൻ്റെ മാസം കുറച്ചാൽ ആ എക്സ്ട്രാ മാസം നമുക്ക് കിട്ടില്ലേ, അതാണല്ലോ മാസ് ഡിഫക്റ്റ് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്. ഇതിനാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് കിട്ടുന്നത്. മനസ്സിലായോടാ? മാസ് ഡിഫക്റ്റ് എന്താണെന്ന് മനസ്സിലായോ? കാരണം മാസ് ഡിഫക്റ്റ് മനസ്സിലാവണം, നിങ്ങളോട് പോകരുത്. മാസ് ഡിഫക്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പക്ഷേ ചില സമയത്ത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി എം ഓഫ് ആറ്റം തരും. അതായത് ഇപ്പം ഞാൻ തന്നത് മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ്, ശരിയാണല്ലോ. ഇപ്പം ഞാൻ തന്നത് മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. അതിന് പകരം അവർ ആറ്റത്തിൻ്റെ മൊത്തം മാസ് തരാം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവർ ഇലക്ട്രോണിൻ്റെയും കൂടെ കൂട്ടിയിട്ടാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ Δm എത്ര വരും? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം Z, നമുക്കറിയാം MP നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്. പക്ഷേ ഇപ്പം മാസ് ഓഫ് ആറ്റം തന്നുകൊണ്ട് നീ ഇലക്ട്രോണിൻ്റെ മാസും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ ആണല്ലോ. പ്ലസ് A - Z × Mn എടുത്തു. അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? മാസ് ഓഫ് ആറ്റം അങ്ങ് കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ആൻഡ് ദെൻ യു വിൽ ബി ഗെറ്റിംഗ് ദി മാസ് ഡിഫക്റ്റ്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് മാസ് ഡിഫക്റ്റിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. എല്ലാവർക്കും മനസ്സിലായോ? മാസ് ഡിഫക്റ്റിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.
ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് വാട്ട് റിഗാർഡിംഗ് ദി മാസ് ഡിഫക്റ്റ് ആസ് എ ഹോൾ. ഓക്കെ, മനസ്സിലായോ? ഗ്രേറ്റ്. ഓക്കെ, സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് ഇസ് നോൺ ആസ് ബൈൻഡിങ് എനർജി. സോ എന്താണ് ബൈൻഡിങ് എനർജി? ഞാൻ പറഞ്ഞു E = mc² പറഞ്ഞൊരു എനർജി ഉണ്ട്. ഇതാണ് ആക്ച്വലി നമ്മുടെ മാറ്ററിനെ മാറ്ററായിട്ട് കീപ്പ് ചെയ്യുന്ന എനർജി. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഈ ആറ്റംസിലെ ന്യൂക്ലിയോൺസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കാൻ വേണ്ടി ഇവർക്കൊരു എനർജി ഉണ്ട്. ഈ എനർജി നമ്മൾ പുറത്തു നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം പൊട്ടി ഇവരൊക്കെ സെപ്പറേറ്റ് ആവും. മനസ്സിലായല്ലോ? സോ അങ്ങനെ, അതായത് നമ്മൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയി പോകും. അങ്ങനെ അത് സെപ്പറേറ്റ് ആയി പോവാം, അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയി പോകാൻ വേണ്ടി നീ കൊടുക്കുന്ന ഫോഴ്സാണ് ബൈൻഡിങ് എനർജി. അഥവാ ഒരു ന്യൂക്ലിയസിൽ അതിൻ്റെ ന്യൂക്ലിയോൺസ് എല്ലാം അടുത്തടുത്തിരിക്കാൻ വേണ്ടി നമ്മൾ എത്ര ഫോഴ്സാണോ ആ ന്യൂക്ലിയസ് കയ്യിൽ വെച്ചിട്ടുള്ളത് അത്രയും ഫോഴ്സ് നീ കൊടുക്കുകയാണെങ്കിൽ ആ ന്യൂക്ലിയസ് പൊട്ടിപ്പോവും. ശരിയാണോ? ആ ഫോഴ്സാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. So Sini Joy, do you have offline class? Definitely. DOPA we have something called in DOPA hybrid classrooms. DOPA hybrid classrooms. അപ്പോൾ ഹൈബ്രിഡ് ക്ലാസ് റൂംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി സിറ്റുവേറ്റഡ് ഇൻ കാലിക്കറ്റ് കേട്ടോ. കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മോർണിംഗ് വരാം. എഗെയിൻ AC ക്ലാസ് റൂംസ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് അവിടെ ഫാക്കൽറ്റീസ് വന്ന് നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ ആണല്ലോ. സോ ഡെഫിനറ്റ്ലി വിൽ ബി ഏബിൾ ടു മീറ്റ് ഇഫ് യു ആർ കമ്മിങ് ദർ. ഓക്കെ, ലൈക്ക് സൺഡേസിലൊക്കെ ഒക്കേഷണലി ഫ്രീ ആകുമ്പോഴൊക്കെ ഐ യൂസ് ടു ടേക്ക് സം സെഷൻസ് ഓവർ ദർ. സോ ഇഫ് യു ആർ കമ്മിങ് ദർ യു ക്യാൻ ഡെഫിനറ്റ്ലി മീറ്റ് മീ ഫോർ എ ക്ലാസ്. ഓക്കെ, സോ സാർ മാസ് ഡിഫക്റ്റ് ഒന്നുകൂടെ പറയും. മാസ് ഡിഫക്റ്റ് ഒന്നുകൂടെ പറയാമല്ലോ, കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കാം, ഒരു ന്യൂക്ലിയസ്, പെട്ടെന്ന് പറയാം കേട്ടോ, ഒരു ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും കൂടിയതാണ്. ഓക്കെ ആണല്ലോ. ഇതാണ് ന്യൂക്ലിയസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ത്രാസ് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഈ ന്യൂക്ലിയസിനെ മൊത്തത്തിലെടുത്തിട്ട് മാസ് ഓഫ് ആ ന്യൂക്ലിയസിനെ ഒറ്റയ്ക്കെടുത്ത് വെക്കുകയാണ്. അപ്പുറത്ത് എന്ത് ചെയ്തു? ഈ ന്യൂക്ലിയസിനെ അങ്ങ് പൊട്ടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രോട്ടോൺസ് കിട്ടി, കുറച്ച് ന്യൂട്രോൺസ് കിട്ടി, അതിനിപ്പുറത്ത് വിട്ടു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ഇത് രണ്ടും ഒന്നാണ്. കാരണം ന്യൂക്ലിയസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇവർ ഒരേപോലെ നിൽക്കും. പക്ഷേ ആക്ച്വലി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയാണ് ഉണ്ടാവുക. പ്രോട്ടോൺസ് ന്യൂട്രോൺസിൻ്റെ വെയിറ്റ് കൂടുതലും ന്യൂക്ലിയസിൻ്റെ വെയിറ്റ് കുറവായിരിക്കും. അതായത് നമ്മുടെ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനേക്കാൾ എന്തോ കുറച്ച് കൂടുതലാണ്. ആ കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാ വരുന്ന മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എത്ര പ്രോട്ടോൺ ഉണ്ട് പ്ലസ് എത്ര ന്യൂട്രോൺ ഉണ്ട് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ ആണല്ലോ. സോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോടാ? ഇതാ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞാണ്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ബൈൻഡിങ് എനർജി എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എത്ര എനർജി കൊടുക്കണം ആ ഒരു സാധനം പൊട്ടിച്ച് കളയാൻ, അതിനാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് കേട്ടോ. അതെപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഒരു ഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഇത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അതായത് ഒരു ന്യൂക്ലിയോൺ, അതായത് ഒരു ന്യൂക്ലിയസിലെ ഒരു പ്രോട്ടോൺ നീ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ നീ എടുത്ത് മാറ്റണം. അങ്ങനെ ഒരെണ്ണത്തിനെ മാത്രമായിട്ട് എടുത്ത് മാറ്റണമെങ്കിൽ നീ കൊടുക്കേണ്ട എമൗണ്ട് അല്ലെങ്കിൽ എനർജി എത്രയാണ് അതിനെ കാണിക്കുന്നതാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ദിസ് ഈസ് ബേസിക്കലി ടെല്ലിങ് യു ദി സ്റ്റെബിലിറ്റി ഓഫ് എൻ ന്യൂക്ലിയസ്. അപ്പോൾ ബൈൻഡിങ് എനർജി കൂടുതലാണെങ്കിൽ അവർ കുറേ എനർജി കൊടുത്താലാണ് അവർ പുറത്ത് വരിക. ദാറ്റ് ബേസിക്കലി മീൻസ് ദേ ആർ ലൈക്ക് ക്ലോസ് ടു ഈച്ച് അതർ അല്ലേ. അവരൊന്ന് പുറത്ത് മാറ്റാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ അയൺ കണ്ടോ, അയണിനാണ് ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി ഉള്ളത്. കണ്ടോ, ഈ ഒരു ലൈനിൽ അയൺ മാത്രമാണ് ഉള്ളത്. സോ അയണൊക്കെ നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ട്രമെൻഡസ് എമൗണ്ട് ഓഫ് ഫോഴ്സ്. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ അയണിൻ്റെ വാല്യൂ മാത്രം നിങ്ങൾ പഠിക്കുക. 8.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ ന്യൂക്ലിയോൺ. ഇത്ര ഫോഴ്സ് നിങ്ങൾ കൊടുത്താലാണ് എന്ത് പറ്റുക? നിനക്ക് അയണിൻ്റെ ന്യൂക്ലിയസിന് ഒരു പ്രോട്ടോണെ പുറത്തേക്ക് എടുക്കാൻ കഴിയുക. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇതിനകത്ത് ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ് എന്ത്? യുറേനിയത്തിൻ്റെ 7.7 മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ് കേട്ടോ. യുറേനിയത്തിൻ്റെ 7.7 മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ ആണല്ലോ. ഇനി പിന്നെ ചിലർ ചോദിക്കും ഏതാണ് കൂടുതൽ? ലൈറ്റ് ഉണ്ട്, മീഡിയം ഉണ്ട്, ഹെവി ഉണ്ട്. അങ്ങനെ ബ്രോഡ്ലി 3 ടൈപ്പ് ന്യൂക്ലിയ ആണുള്ളത്. അതിനകത്ത് ആരാണ് ആദ്യമുള്ളത്? നിങ്ങൾ മനസ്സിലാക്കുക, മീഡിയം ഈസ് ആക്ച്വലി മോർ സ്റ്റേബിൾ ദാൻ ലൈറ്റ് ആൻഡ് ഹെവി. ഓക്കെ ആണല്ലോ. അപ്പോൾ ലൈറ്റും ഹെവിയും ആക്ച്വലി കമ്പയറബിൾ അല്ല. കാരണം നിങ്ങൾക്ക് കാണാം ഹെവി ആവും തോറും കണ്ടോ
ഇത് ലൈറ്റ്, ഇതൊക്കെ ലൈറ്റ് എലമെൻറ്റ്സ് ആണ്, ഇതൊക്കെ ഹെവി എലമെൻറ്റ്സ് ആണ്. ഇവർ രണ്ടുപേരും അത്യാവശ്യം അൺസ്റ്റേബിൾ ആണ്. ഈ മീഡിയത്തിൽ വരുന്ന ആൾക്കാരാണ് സ്റ്റേബിൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ വാല്യൂസ് എടുക്കണം. പക്ഷേ ഓവറോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മീഡിയം ആണ് കൂടുതൽ സ്റ്റേബിൾ ദാൻ ലൈറ്റ് ആൻഡ് ഹെവി. ഓക്കെ ആണല്ലോ, മനസ്സിലായോ? ഓക്കെ, ഗ്രേറ്റ്. Then we are coming to the next topic, which is nuclear fission. Okay ആണല്ലോ. സോ നിങ്ങളൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാടാ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സ്റ്റഡീസൊക്കെ? പഠിത്തമൊക്കെ പ്രോപ്പറായി നടക്കുന്നുണ്ടോ? മാരത്തോൺ എഴുതുന്ന ആരൊക്കെയുള്ള? അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു മാരത്തോൺ? എല്ലാവരും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയൂ. സർ എല്ലാവരും പറയുന്നു ഇനി പുതിയതായി ഒന്നും പഠിക്കണ്ട, പഠിച്ചത് പഠിക്കാം, എനിക്ക് ഇനിയും പോർഷൻസ് തീർക്കാനുണ്ട്. മെർലിൻ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? വെൻ ഇറ്റ് കംസ് ടു നീറ്റ്, വെൻ ഇറ്റ് കംസ് ടു യുവർ ലൈഫ്, യു ഹാവ് ടു ടേക്ക് ദ ഡിസിഷൻസ്. അല്ലാണ്ട് ഇപ്പോൾ നിന്നെ സംബന്ധിച്ച് നിനക്ക് 3 ചാപ്റ്റർ പഠിക്കാനുണ്ടെങ്കിൽ സ്റ്റഡി ദാറ്റ്. കാരണം ഇനിയുള്ള ദിവസമുണ്ട്. ഇപ്പോൾ നിന്നോട് ഞാൻ പറയാണ്, നിനക്ക് നാളെ നീറ്റാണെങ്കിൽ ഇന്നിരുന്ന് പുതിയത് വായിക്കുന്നത് മണ്ടത്തരമാണ്. പക്ഷേ നിനക്ക് ഇനിയും 25 ദിവസമുണ്ട്. സപ്പോസ് നീ ഒരു 2 ദിവസം എടുത്തു, നിനക്ക് പഠിക്കാനുള്ള 3 ചാപ്റ്ററും കൂടെ പഠിക്കുകയാണ്. ആ 3 ചാപ്റ്റർ പഠിച്ചു ആൻഡ് നീ നീറ്റ് എഴുതാൻ പോകുമ്പോൾ നിൻ്റെ ഒരു ലക്കിന് ആ 3 ചാപ്റ്ററും ചോദിക്കുന്നത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിനക്കത് 3 അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഹൂ നോസ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, നിങ്ങൾ തീർത്തോളൂ. നിങ്ങൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് ഒപ്പീനിയൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം വെൻ ഐ വാസ് റിപ്പീറ്റിംഗ്, എനിക്ക് അത്രയും കൺഫ്യൂഷൻ, എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അഡ്വൈസ് എടുക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്കാണ് അറിയാം. ഓക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈലിൽ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങളുടെ പേഴ്സണലായിട്ട് എടുക്കരുത്. ഇപ്പം ഞാൻ പറയുന്ന സ്റ്റഡി പ്ലാൻസ് ഞാൻ സ്റ്റുഡൻസിന് കൊടുക്കുമ്പോൾ ഒക്കെ അവസാനം ഞാൻ പറയുന്ന കാര്യമാണ്, ദിസ് വാസ് വാട്ട് ഐ ഡിഡ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാളും സ്പീഡ് ചെയ്യാൻ പറ്റിയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും സ്പീഡ് കുറവായിരിക്കാം. എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് നെവർ ജസ്റ്റ് കോപ്പി കാറ്റ് എത്തിങ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്ന അതേപോലെ എടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ശരിയാണോ, നിങ്ങൾക്ക് തോന്നുകയാണ് നാളെ ആ ക്വസ്റ്റ്യൻ പഠിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും, ജസ്റ്റ് ലേൺ ദ ടോപ്പിക് ഡാ. അതിപ്പോൾ ഒരു ഹാഫ് എ ഡേ എടുത്തുകൊണ്ടൊന്നും നിങ്ങൾക്ക് വലിയ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ ആണല്ലോ, ഫൈൻ. ഗുഡ്, മാരത്തോൺ കൊള്ളാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, വിച്ച് ഇസ് ന്യൂക്ലിയർ ഫിഷൻ. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ന്യൂക്ലിയസ്, ഒരു ഹെവി ന്യൂക്ലിയസ്. ബൈ ഹെവി ന്യൂക്ലിയസ് വി മീൻ ദാറ്റ് ദ മാസ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 230. സോ അറ്റോമിക് നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 230. 230 മുകളിൽ അറ്റോമിക് നമ്പറിലെ വലിയ ന്യൂക്ലിയസിനെ ഈ ഒരു കുഞ്ഞ് ന്യൂട്രോൺ വെച്ചങ്ങ് ഇടിപ്പിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദേ വിൽ ബി സ്പ്ലിറ്റിംഗ് ഇൻ ടു അനദർ 2 ന്യൂക്ലിയൈ B plus C, പ്ലസ് ദേ വിൽ ബി liberating a heat Q. ഓക്കെ ആണല്ലോ. സോ അതിനാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഒരു വലിയ ന്യൂക്ലിയസിനെ നീ ഒരു ന്യൂട്രോൺ ആയിട്ട് അങ്ങ് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ അത് B+ C എന്ന 2 ചെറിയ ന്യൂക്ലിയറായി മാറും, പ്ലസ് കുറച്ച് എനർജിയും ലിബറേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതിൽ ഏറ്റവും പോസിബിളായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനം, യുറേനിയം 235നെ നീ ഒരു ന്യൂട്രോണായിട്ട് ഇടിപ്പിക്കുകയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബേരിയം പ്ലസ് ക്രിപ്റ്റോൺ പ്ലസ് 3 ന്യൂട്രോൺ പ്ലസ് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അല്ല, എഗെയിൻ യു ക്യാൻ ഗെറ്റ് സിനോൺ പ്ലസ് സ്ട്രോൺഷ്യം പ്ലസ് 2 ന്യൂട്രോൺ പ്ലസ് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത് ഞാൻ എഴുതാൻ കാരണം നിങ്ങളുടെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള റിയാക്ഷനാണ് കേട്ടോ. നിങ്ങളുടെ ഫിസിക്സിൽ വളരെ റെയറായിട്ടാണ് കുറച്ച് റിയാക്ഷൻസ് കൊടുത്തിട്ടുള്ളത്. സോ അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫൈനൽ ഇയർ ഡെഫിനറ്റ്ലി ഐ എം ഡൂയിങ് മൈ ഫൈനൽ ഇയർ ഇൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഓക്കെ, സോ ആ ഒരു എക്സാംസിൻ്റെ തിരക്കും ഒക്കെ ആയിട്ടാണ് ഇടയ്ക്ക് ഞാൻ മുങ്ങാറ്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല. ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാനും ഇടയ്ക്ക് നിങ്ങളോട് എല്ലാവരും ഒന്ന് കാണുകയൊക്കെ വേണമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്ക് പോകുന്നതാണ്. ബട്ട് സ്റ്റിൽ യുനോ മിക്കവാറും ക്ലാസ്സസ് എല്ലാ ചാപ്റ്റേഴ്സും നല്ല ചാപ്റ്റേഴ്സൊക്കെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. നല്ല ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എടുത്ത് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, ബട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഐ വിൽ ബി ഡീലിംഗ് ആൻഡ് ഐ വിൽ ബി ഹെൽപ്പിംഗ് യു വിത്ത് ഇറ്റ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വൺ. ഓക്കെ, ഫൈൻ. ഇനി ചില സമയത്ത് എന്നോട് ഒരു തവണ ഞാൻ എയിംസിൽ കണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു,
ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാസ് ഡിഫക്റ്റ് എത്രയാണ്? അതായത് ഇടിച്ചു കഴിഞ്ഞ് 2 ന്യൂക്ലിയസ് ആവുന്ന സമയത്ത് ഓവറോൾ ആ ഒരു റിയാക്ഷൻ നടക്കുന്ന മാസ് ഡിഫക്റ്റ് ഈസ് 0.1% കേട്ടോ, 0.1%. അതാണ് ഓവറോളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം ക്യൂ പറഞ്ഞൊരു എനർജി കിട്ടും, ശരിയാണല്ലോ. അതിനകത്ത് 93% കൈനറ്റിക് എനർജി ആയിരിക്കും. അതുപോലെ തന്നെ 7% ഗാമ റേസ് ആയിട്ടായിരിക്കും എമിറ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടാകുന്ന ഈ ഗാമ റേസ് കാരണമാണ് നിങ്ങൾ റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷനൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പോകരുത് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാമ റേസ് ഇസ് വെരി ഇൻജൂറിയസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഫൈൻ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഹീറ്റ്. ഫൈൻ. ഓക്കെ, ഇനി എന്താണ് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ? നമുക്ക് ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. പണ്ട് ആൻഡ്രോയിഡിലൊക്കെ ഒരു ഗെയിം ഉണ്ടായിരുന്നു അല്ലേ, ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാനൊക്കെ ഒരുപാട് കളിക്കായിരുന്നു. നമ്മളിങ്ങനെ ഒരു ബോൾ തൊട്ട് അതിങ്ങനെ പൊട്ടി അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ കയ്യിൽ യുറേനിയം ഉണ്ട്, ഓക്കെ. അതിലേക്ക് ഞാൻ ഒരു ന്യൂട്രോൺ എടുപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബേരിയം കിട്ടും, ക്രിപ്റ്റോൺ കിട്ടും, 3 ന്യൂട്രോൺ കിട്ടും, എനർജി കിട്ടും. ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 ന്യൂട്രോൺ കിട്ടിയില്ലേ, 3 ന്യൂട്രോൺ ഉണ്ട്. അതിലെ ഓരോ ന്യൂട്രോണും അടുത്ത യുറേനിയത്തിനെ പോയിരിക്കും, ഓക്കെ. എന്നിട്ട് വീണ്ടും ഇത് സംഭവിക്കും, ഇതുണ്ടാവും, വീണ്ടും 3 ന്യൂട്രോൺ ഉണ്ടാവും, അത് വീണ്ടും യുറേനിയത്തിനടിക്കും. അങ്ങനെ ഈ സാധനം സൈക്കിളായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അതായത് യുറേനിയത്തിൽ ഉണ്ടാകുന്ന സാധനം ന്യൂട്രോൺ ഉണ്ടാകുന്നു, അത് അടുത്ത യുറേനിയത്തിനെ പോയി ഇടിക്കുന്നു, വീണ്ടും ന്യൂട്രോൺ ഉണ്ടാകുന്നു. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ എന്താ അറ്റോമിക് ബോംബിൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെറിയൊരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയിൻ റിയാക്ഷൻ നടന്ന് ഭയങ്കര എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്. ഇനി ഇത് കൺട്രോൾ ചെയ്ത് നടക്കുന്നതാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, ഫൈൻ. സർ എന്ത് കിട്ടിയാലും പെട്ടെന്ന് ബൈഹേർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നില്ല. സോ പെട്ടെന്ന് മറന്നു പോകുന്നു, നല്ല സ്കോർക്ക് എത്താൻ പറ്റുന്നില്ല. ആക്ച്വലി ബൈഹേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത് ഫിസിക്സിലാണ്. ബയോളജി ഡെഫിനറ്റ്ലി ബയോളജി വിൽ ബി എ ഏരിയ. കാരണം ബൈഹേർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക്, എത്രയും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നവർക്ക് ബയോളജി വിൽ ബി എ ഈസി സ്റ്റഫ്. കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്കൽ കെമിസ്ട്രി ഇനോർഗാനിക് വിൽ ബി ഈസി. ഓർഗാനിക് ഒരു പരിധി വരെ എളുപ്പമായിരിക്കും, കാരണം നിങ്ങൾ കണ്ട റിയാക്ഷൻസ് തന്നെ ചോദിക്കാം. ദ പ്രോബ്ലം ഇസ് ഓൾ വിത്ത് ഫിസിക്സ്. ഫിസിക്സിലേക്ക് ബൈഹേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആക്ച്വലി ബൈഹേർട്ട് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്കൊരു സാധനം കണ്ടാൽ അത് മുന്നേ കണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ബൈഹേർട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ആൻസർ നോക്കുക, കാണാപ്പാഠം പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കാണാപ്പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണം എന്ന് കാണാപ്പാഠം പഠിക്കുക, ക്വസ്റ്റ്യനും ഉത്തരം കാണാപ്പാഠം പഠിക്കുകയല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ അതേ സ്റ്റെപ്പ് അങ്ങ് എഴുതുക, ഈ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഉത്തരം കിട്ടും. മനസ്സിലായല്ലോ? സോ അങ്ങനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും യു ക്യാൻ സ്റ്റിൽ ഗെറ്റ്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ഡിഫറൻറ്റ്, ചിലർക്ക് ഭയങ്കര ബൈഹേർട്ടിങ് ആയിരിക്കും, ചിലർക്ക് പെട്ടെന്ന് കയറ്റും ഭയങ്കര ഐക്കുമായിരിക്കും, പെട്ടെന്ന് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് എനിക്ക് ഫിസിക്സ് വാസ് ഈസി കമ്പാരിറ്റീവ്ലി, കാരണം എനിക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ കത്തി അങ്ങനെ പോകുമായിരുന്നു. ബട്ട് ബയോളജി ട്രബിൾഡ് മീ അലോട്ട്. കാരണം അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു, കാരണം എനിക്ക് ഫിസിക്സ് അത്ര ടൈം വേണ്ടി വരില്ല. ഫിസിക്സ് ഐ വാസ് കംഫർട്ടബിൾ വിത്ത്. ബട്ട് ബയോളജി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ലൈക്ക് പിന്നെ നമ്മളിങ്ങനെ കോഴ്സ് ഓഫ് ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി അത് അനുസരിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ന്യൂക്ലിയർ റിയാക്ടർ ഇസ് ജസ്റ്റ് ഫോർ എൻട്രൻസ് പേർപ്പസ്. ആദ്യം മനസ്സിലാക്കണം, ന്യൂക്ലിയർ റിയാക്ടറിലോ ന്യൂക്ലിയർ ഫ്യൂവൽ ഉണ്ട്. ഓക്കെ, ഒരു ഫ്യൂവൽ വേണമല്ലോ. അത് യൂഷ്വലി യുറേനിയം 235 അല്ലെങ്കിൽ പ്ലൂട്ടോണിയം 239 ആയിരിക്കും കേട്ടോ. യുറേനിയം 235 പ്ലൂട്ടോണിയം 239 ആയിരിക്കും. അതുപോലെ തന്നെ പ്ലൂട്ടോണിയം 239 ആണ് ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ. അതുപോലെ തന്നെ മോഡറേറ്റർ പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, മോഡറേറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ന്യൂട്രോൺസ് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫിഷൻ നടക്കുമ്പോൾ ഒരുപാട് ന്യൂട്രോൺസ് ഉണ്ടാവും. ഇത് ഇടിച്ചിടിച്ച് ചെയിൻ റിയാക്ഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടി ന്യൂട്രോൺസിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന ആളാണ് എന്ത്, മോഡറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ മോഡറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി വാട്ടറാണ്, D2 ആണ് യൂസ് ചെയ്യുക. ഓക്കെ ആണ്. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് 20 ഗ്രാമാണ്. ഒരു തവണ എയിംസിന് ചോദിച്ചാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള വേറൊരാളാണ് കൺട്രോൾ റോഡ്സ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇറങ്ങി തരാൻ വേണ്ടി പറയുകയാണ്, ജസ്റ്റ് എൻട്രൻസ് പർപ്പസിന് വേണ്ടി മാത്രം. കൺട്രോൾ റോഡ്സ് ഉണ്ട്. കൺട്രോൾ റോഡ്സ് ആണ് നമ്മുടെ സ്പീഡ്, ആ ഒരു റിയാക്ഷൻ എത്ര സ്പീഡിൽ നടക്കണം തീരുമാനിക്കുന്നത്. യൂസ് ചെയ്യുന്നത് കാഡ്മിയാണ്. ഓക്കെ, പിന്നെ കൂളൻ്റ് ഉണ്ട്, നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്, ഒരുപാട് എമൗണ്ട് ഹീറ്റ് ഉണ്ടാവും. ഓക്കെ, കൂളൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ അറ്റ് ഹൈ പ്രഷർ. ഓക്കെ ആണല്ലോ,
റഷ ഫാത്തിമ ഇസ് ഹിയർ സെയിങ് ഹായ്. റഷ കുറച്ച് ഭയങ്കര നേരത്തെയാണല്ലോ, എന്ത് പറ്റി? ഓക്കെ ഫൈൻ. ഓക്കെ, സോ ദാറ്റ്സ് റിഗാർഡിംഗ് ദി ന്യൂക്ലിയർ റിയാക്ടർ കേട്ടോ. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ നിങ്ങളെല്ലാവരും പഠിച്ചല്ലോ. സാർ ഇപ്പോൾ എന്താ ഡോപ്പ കോംബി റൂം കുറവായിട്ടുള്ളത്? ആക്ച്വലി ദ മെയിൻ റീസൺ ഇസ് ആക്ച്വലി ദ അവൈലബിലിറ്റി ഓഫ് ഫാക്കൾട്ടീസ്. കാരണം ഡോപ്പ കോംബി റൂംസ് ഹാൻഡിൽ ചെയ്യുന്നത് മെയിൻലി ഫൈനൽ ഇയേഴ്സ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ, അജിത്ത്, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫിസിക്സ് ഞാൻ അങ്ങനെയായിട്ട്. ആൻഡ് ഞങ്ങൾക്ക് ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു 2 വീക്കായിട്ട് എക്സാംസ് ആയിരുന്നു, കുറച്ച് എക്സാം സീസണായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എക്സാംസ് ആയിരുന്നു. അങ്ങനെ എക്സാംസ് ആയതുകൊണ്ട് നമുക്ക് ഡേറ്റ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് എക്സാംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യണം. പിന്നെ വേറെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും അങ്ങനെ കുറച്ചായിട്ടൊന്ന് മാറി നിൽക്കേണ്ടി വന്നതാണ്. ബട്ട് ദാറ്റ് ഡസൻ മീൻ വി ആർ ലിവിംഗ്. ഇല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് മിക്കവാറും നീറ്റ് കഴിയുന്നവരെ നമ്മൾ ഇഷ്ടം പോലെ സെഷൻസ് വയ്ക്കുന്നുണ്ട്, എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കേട്ടോ. സോ ഡോണ്ട് വറി റിഗാർഡിംഗ് ദാറ്റ്. ഓക്കെ, ഇനി അടുത്ത ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ചെറിയ ആൾക്കാർ കൂടിച്ചേർന്ന് ഒരു വലിയ ആളായി അതിലൂടെ എനർജി റിലീസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിങ്ങനെ നടക്കാൻ കാരണം സ്റ്റെബിലിറ്റി ഓഫ് സി എന്ന് പറയുന്നത് വിൽ ബി ഗ്രേറ്റർ ദാൻ സ്റ്റെബിലിറ്റി ഓഫ് എ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് സി, അതായത് ബി. അതായത് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ ഫൈൻ. സോ അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ചില എക്സാമിനേഴ്സ് ചോദിക്കാറുണ്ട്, ഫിഷനിലാണോ ഫ്യൂഷനിലാണോ കൂടുതൽ എനർജി റിലീസ് ചെയ്യുക? ഫിഷനിലാണ് എപ്പോഴും എനർജി കൂടുതൽ റിലീസ് ചെയ്യുക കേട്ടോ. എനർജി കൂടുതൽ റിലീസ് ചെയ്യുന്നത് ഫിഷനിലാണ്. ഓക്കെ ആണല്ലോ, നിങ്ങൾ അതുകൂടെ ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തേ, പറഞ്ഞിടാം നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായോ എന്നുള്ളത്. മനസ്സിലായി കഴിഞ്ഞാൽ വിൽ ബി മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ, വിച്ച് ഇസ് റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞിടാം, എല്ലാവർക്കും മനസ്സിലായോ? ഡിഡ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് വാട്ട് ഡു യു മീൻ ബൈ ഓൾ ദീസ് ഇൻട്രോ പാർട്ട് തന്നെ പറയാം. ന്യൂക്ലിയൈ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിന് മെയിൻലി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ഫുള്ള് റേഡിയോ ആക്ടിവിറ്റി എന്നായിരിക്കും കേട്ടോ. സോ എല്ലാവർക്കും ഇത്രയും ഭാഗം മനസ്സിലായോ? മനസ്സിലായ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. യെസ്, എല്ലാവരും യെസ് പറയുന്നുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ഫോർ എവ്രി വൺ. ഓക്കെ, okay, so we are starting with radio activity. Okay, so എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, നമ്മുടെ ന്യൂക്ലിയസ്, സാധാരണ നമ്മുടെ ന്യൂക്ലിയസ് സ്റ്റേബിളാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ന്യൂക്ലിയർ ഫോഴ്സ്, അങ്ങനെ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ലൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ്. ഓക്കെ ആണല്ലോ. ശ്രദ്ധിക്കാം, ചില സമയങ്ങളിൽ ഈ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. മേ ബി ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ടോ, ഡിസ്ഇൻറ്റഗ്രേഷൻ നടന്നിട്ടോ, ന്യൂക്ലിയർ ഫിഷനോ ഫ്യൂഷനോ സംഭവിച്ചിട്ടോ, എന്തെങ്കിലും സംഭവിച്ചിട്ട് ഈ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? റേഡിയേഷൻ എമിറ്റ് ചെയ്യും. എന്ത് ചെയ്യും? റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട ന്യൂക്ലിയസ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അങ്ങനെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. മനസ്സിലായല്ലോ? ഗ്രേറ്റ്, ഫൈൻ. അപ്പോൾ എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇത് കണ്ടുപിടിച്ച ഒരാളുണ്ട്. ഹെർ നെയിം ഈസ് ബെക്വറൽ. ഓക്കെ, ഹിസ് നെയിം ഈസ് ബെക്വറൽ. ഓക്കെ ആണല്ലോ. സോ ഈ കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. സോ കോംബി റൂം മെയിൻലി എപ്പോഴൊക്കെയാണ് ടൈം? സോ കോംബി റൂം വാസ് ബേസിക്കലി, കോംബി റൂം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് രാവിലെ 6 മണിക്കും ഈവനിങ് 9:30 ആണ് വെക്കാറ്. ബട്ട് ദ പ്രോബ്ലം ഇസ് ഇപ്പോൾ നമ്മുടെ
ഷെഡ്യൂൾ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാറുണ്ട്. നമ്മുടെ പ്രോപ്പർ ലൈക്ക് ഫാക്കൽറ്റീസിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ട് ഇടയ്ക്ക് ഈവനിങ് ആവാറുണ്ട്, ഇടയ്ക്ക് മോർണിംഗ് ആവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോപ്പയുടെ മെസ്സേജസ് എല്ലാം, അതായത് ഡോപ്പയിൽ പഠിക്കാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മെസ്സേജസ് എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പബ്ലിക് വാട്സപ്പ് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാൻ പറയാം. സോ DOPA ടീം വിൽ ബി ഹെൽപ്പിംഗ് യു വിത്ത് ദ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ ഇങ്ങനത്തെ ഇവൻറ്റ്സ് വരുമ്പോഴും അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും കേട്ടോ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ശ്രേയ ഈസ് ആക്ച്വലി എ ന്യൂ ലൈക്ക് മെമ്പർ ടു ദിസ്, ഐ ഗസ്. ശ്രേയ റിപ്പീറ്റ് ചെയ്യാണോ? വാട്ട് ആർ യു ഡൂയിങ്? നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടാമല്ലോ, ഒരുപാട് പേരെ പരിചയപ്പെട്ടതാണ്. സോ വിൽ ബി ജസ്റ്റ് ലേണിംഗ്. ഓക്കെ ആണല്ലോ, ഫൈൻ. നേഹ is saying okay, നേഹ is silent today. സാധാരണ നേഹ അത്യാവശ്യം ആൻസേഴ്സ് ഒക്കെ പറയാറുള്ളതാണ്. അപ്പോൾ വി ആർ ഹാവിങ് ഓക്കെ ഡോപ്പ നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ വി കീപ് ദിസ് ക്ലാസ്സസ് അല്ലെങ്കിൽ ആരില്ലെങ്കിലും അവർ കുറച്ച് പേരുണ്ടാവും, ആരില്ലെങ്കിലും അവരായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് പ്രോഗ്രസസ്. ഓക്കെ ഫൈൻ. ഓക്കെ, അടുത്തത് റൂതർഫോർഡ്സ് എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് അബൌട്ട് റൂതർഫോർഡ്സ് എക്സ്പെരിമെൻറ്റ്. എന്താണ് റൂതർഫോർഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്? ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ പറഞ്ഞ് ബോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ, എന്താണ് ചെയ്തത്? റൂതർഫോർഡ് ചെയ്തത് ഒരു പെട്ടി എടുത്തു, അതിന് നടുക്ക് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റ് വെച്ചു, ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് വെച്ചു. അപ്പോൾ ഞാൻ പറയും ഇതൊന്ന് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന റേഡിയേഷൻസിന് എന്ത് പറ്റി? കുറച്ച് റേഡിയേഷൻസ് ടുവേർഡ്സ് നെഗറ്റീവ് പ്ലേറ്റ് പോയി, ചിലത് അൺഡീവിയേറ്റഡ് ആയി പോയി, ചിലത് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് പോയി. ഓക്കെ ആണല്ലോ. അപ്പോൾ ദിസ് ഈസ് പോസിറ്റീവ്ലി ചാർജ്, ദിസ് ഈസ് നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ദിസ് ഡസൻറ്റ് ക്യാരി എനി കൈൻഡ് ഓഫ് ചാർജ്. മനസ്സിലായോ? അങ്ങനെ 3 ടൈപ്പ് കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് ഫേസിലേക്ക് പോയി, അതായത് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരാണ് ആൽഫ റേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ ഡീവിയേഷൻ ചെയ്യാത്ത ആൾക്കാരാണ് ഗാമ റേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ് ബീറ്റ റേസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് ബീറ്റ റേസ്, എന്താണ് ഗാമ റേസ്, എന്താണ് ആൽഫ റേസ്? വാട്ട് ഈസ് ആൽഫ റേസ്, വാട്ട് ഈസ് ബീറ്റ റേസ്, വാട്ട് ഈസ് ഗാമ റേസ്? ഓക്കെ ആണല്ലോ, ഫൈൻ, ഗ്രേറ്റ്. സോ എന്താണ് ആൽഫ, എന്താണ് ബീറ്റ, എന്താണ് ഗാമ എന്നുകൂടെ ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ആൽഫ ബീറ്റ ഗാമ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഇതിനകത്ത് ഇത് രണ്ടും പാർട്ടിക്കിൾസ് ആണ് കേട്ടോ. ഇത് രണ്ടും പാർട്ടിക്കിൾസ് ആണ്. വേറസ് ബീറ്റ റേസ് ഇസ് ആക്ച്വലി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ ആണല്ലോ. ഇവരെന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആസ് യൂഷ്വൽ കുറച്ച് പെട്ടികളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ 3 പാർട്ടിക്കിൾസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട പ്രോപ്പർട്ടി എല്ലാം ഇതിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കുക. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ പാർട്ടിക്കിൾ ഇസ് ഹീലിയം ന്യൂക്ലിയസ്. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഗാമ പാർട്ടിക്കിൾ ആവട്ടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ ആണല്ലോ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് ആണ്, ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് ആണ്, ഗാമ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഇനി ചാർജ് എന്താണ്? ചാർജ് നമുക്കറിയാം ആൽഫയുടെ 4He2 അല്ലേ. 4He2 എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. പക്ഷേ ആൽഫ ബീറ്റ ആവട്ടെ ഇലക്ട്രോൺ ആണ്. സോ ഇലക്ട്രോൺ ആണ്. ഗാമ റേസ് ന്യൂട്രൽ ആണ്, കാരണം അത് പ്രത്യേകിച്ച് ഡീവിയേഷൻ ഒന്നും നടത്തിയിട്ടില്ല. അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ സാധനങ്ങൾ. മാസ് ഞാൻ പറഞ്ഞു 4He2, 4 മാസ് ഓഫ് പ്രോട്ടോൺ ആണ് ആൽഫയുടെ ഉള്ളത്. പിന്നെ ബീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ റെസ്റ്റിംഗ് മാസ് ആയിരിക്കും. ഗാമ ഒരു റേഡിയേഷൻ ആണ്, അതുകൊണ്ട് മാസ് ഇല്ല. സ്പീഡ് ആദ്യത്തെ 2 10⁻⁷, മൂന്നാമത്തത് ലൈറ്റിൻ്റെ വേഗതയിലാണ് കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാം. കൈനറ്റിക് എനർജി എല്ലാം ഒരു മില്യൺ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലൊക്കെയാണ് വരുന്നത് കേട്ടോ. എനർജി സ്പെക്ട്രം ആകെ ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ബീറ്റ റേസിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്രം വിൽ ബി കണ്ടിന്യൂസ്. ബാക്കി രണ്ടും ലൈൻ ആൻഡ് ഡിസ്ക്രീറ്റ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ, ഫൈൻ. അയോണൈസേഷൻ പവർ 10,000 1/100 1/100 ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. ഓക്കെ, സോ 10,000 100 1 ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഡാറ്റ ആയിട്ട് കൊണ്ടുവന്നതാണ്. ദെൻ വി ഹാവ് ദി പെനിട്രേഷൻ പവർ കേട്ടോ. പെനിട്രേഷൻ പവർ 1/1000 1/100 1 ജസ്റ്റ് എഴുതിയെടുക്കുക. ഡിഫ്ലക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഇവർ രണ്ടുപേരും ഡിഫ്ലക്ട് ചെയ്യും, ഇവരും ഡിഫ്ലക്ട് ചെയ്യില്ല, കാരണം ഇവൻ്റെ ചാർജ് ന്യൂട്രൽ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഡിഫ്ലക്ട് ചെയ്യാത്തത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ എൻറ്റയർ തിങ്. ഇനി ഉണ്ടോ? ഇല്ല. ദിസ് ഇസ് ദി എൻറ്റയർ തിങ് റിഗാർഡിംഗ് ദി ആൽഫ ബീറ്റ ആൻഡ് ഗാമ പാർട്ടിക്കിൾസ് കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം. ഞാനൊന്ന് മാച്ച് തരാം. സ്ക്രീൻഷോട്ട് ചെയ്തോ. ദിസ് ഇസ് വൺ പാർട്ട്, ദിസ് ഇസ് വൺ പാർട്ട് ആൻഡ് ദിസ് ഇസ് ദി സെക്കൻഡ് പാർട്ട്. എടുത്തോ.
This is the second part. And this is the third part. Oh. Okay, so there we are coming an end to the introduction to radioactivity. എന്താണ് ചോദിച്ചാൽ I am fresher, എനിക്ക് ക്ലാസ് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു DOPA. Okay, thank you so much. Sra, you can still learn, like, you have still time. If you didn't get this time, don't worry, you can always give another try. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, നമുക്ക് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. ഷോ. സോ ഫ്യൂഷൻ ഹൈഡ്രജൻ ബോംബ് അല്ലേ, അതിനുള്ള എനർജി കൂടുതൽ. ഫ്യൂഷൻ അത് ആക്ച്വലി നീ ഫിഷൻ കൊണ്ടുള്ള ബോംബ് കാണാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഫിഷൻ കൊണ്ടുള്ള ബോംബ് ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ടു എക്സ്പ്ലോസീവ് ദാറ്റ് യു കാനോട്ട് ഈവൻ മേക്ക് ദാറ്റ് ബോംബ്. അതാണ് പ്രശ്നം. ഓക്കെ സാർ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ടൈപ്പ് വരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വരാം. കാരണം ഇപ്പോൾ എക്സാം എളുപ്പമാവുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ എന്താ പറയുക, ന്യൂമറിക്കൽസ് കുറയ്ക്കുകയും ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂട്ടുന്നതായിട്ട് ഒരു ചെറിയ ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരകളായി നിങ്ങൾ മാറരുത് എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത് സാർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഇട്ട് തരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡി കെ. എങ്ങനെയൊക്കെ റേഡിയോ ആക്റ്റീവ് ഡി കെ ആണ് നമുക്കുള്ളത്? ആദ്യത്തെ ഉള്ളത് ഒരു ആൽഫ ഡി കെ ആണ്. എന്താണ് ആൽഫ ഡി കെ എന്ന് പറയുന്നത്? ആൽഫ ഡി കെ എന്ന് പറഞ്ഞാൽ ഇതാണ് ആറ്റമെങ്കിൽ ഇതിന്ന് ഒരു ആൽഫ പാർട്ടിക്കിൾ, അതായത് 4He2 പുറത്തേക്ക് വരും. അപ്പോൾ ഇതിന്ന് 4 പോയെങ്കിൽ എ എന്ന് 4 കുറയണം. ഓക്കെ, ഇതിന്ന് 2 പോകണമെങ്കിൽ ഇതിന്ന് Z-2 വരണം. സോ ദിസ് ഇസ് ആൻ ഇക്വേഷൻ ഫോർ ആൽഫ ഡി കെ. അതായത് എക്സ് എ സെഡ് എന്ന് പറയുന്നത് YA-4 Z-2 പ്ലസ് 4He2. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാം. ഇനി ബീറ്റ ഡി കെ. ബീറ്റ ഡി കെ എന്ന് പറയുന്ന സമയത്ത് 2 ടൈപ്പിലാണ് നമ്മൾ ബീറ്റ ഡി കെ പറയാം. ഒന്നാമത്തത് ബീറ്റ മൈനസ് ഡി കെ, രണ്ടാമത്തത് ബീറ്റ പ്ലസ് ഡി കെ. ഓക്കെ, എന്താണെന്ന് പറഞ്ഞുതരാം. ബീറ്റ മൈനസ് ഡി കെ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റുന്ന അറിയാം? ന്യൂട്രോൺ, ഒരു പ്രോട്ടോൺ, ഒരു ഇലക്ട്രോൺ പ്ലസ് ഒരു ആൻറ്റി ന്യൂട്രീനോ ആയിട്ട് ഫോഴ്സ് ചെയ്യും. അതായത് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു മോളിക്യൂളായി നിന്ന് പുറത്തേക്ക് വരും. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ അതിൻ്റെ XA Z എന്ന് പറയുമ്പോൾ YA Z+1 ആണ്. കാരണം -1 ആണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് +1 -1 കൂട്ടിയാൽ Z ആയി, പ്ലസ് ആൻറ്റി ന്യൂട്രീനോ പുറത്തേക്ക് വരും. ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ ടൈപ്പിൽ XA Z എന്ന് YA Z-1 ഇവിടെ +1 പ്ലസ് ന്യൂട്രീനോ ആണ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു ന്യൂട്രീനോ ആണ് പുറത്തേക്ക് വരുന്നത്. കേട്ടോ. സോ AYZ-1 പ്ലസ് β+1 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. ദിസ് ടൈം നീറ്റ് ടഫ് ആയിരിക്കും. 18 lakhs കോമ്പറ്റീഷൻ. നെവർ, നീറ്റ് വിൽ നെവർ ബി ടഫ്. കാരണം അവർ എന്തിനാണ് ടഫ് ആക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അവർ എങ്ങനെ ഇട്ടാലും അവർക്ക് വേണ്ട കുട്ടികളെ കിട്ടും. ഇപ്പോൾ ടഫാക്കിക്കൊണ്ട് എന്താ കാര്യമുള്ളത്? കൂടുതൽ കുട്ടികൾ കംപ്ലൈൻറ്റ് ആണ്. അവർ എളുപ്പമാക്കും, അവർക്ക് പ്രശ്നം കഴിഞ്ഞു. 720 അടിച്ചു. 720 അടിച്ച് ആദ്യത്തെ എന്തായാലും 720 കൂടി പോയാൽ എത്ര എളുപ്പമാണെങ്കിലും 50 കുട്ടികൾ 60 കുട്ടികളെ കൂടുതലൊന്നും ഒരിക്കലും അടിക്കില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ റാങ്ക് ലിസ്റ്റ് ഇട്ട് ആദ്യത്തെ ഒരു 200 പേരെ എടുത്താൽ പോരെ. അല്ലാണ്ട് കുട്ടികൾ കൂടിയെന്ന് വിചാരിച്ച് ഒരിക്കലും എക്സാം ടഫ് ആവില്ല കേട്ടോ. അതൊരു തെറ്റായ കൺസെപ്റ്റാണ്. അങ്ങനെ ഒരിക്കലും ടഫ് ആവില്ല. അങ്ങനെ ടഫ് ആവുകയാണെങ്കിൽ എന്നേ നീറ്റൊക്കെ ടഫ് ആവണം. ഓക്കെ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എക്സാം എളുപ്പമാവുകയേ ചെയ്യുള്ളൂ. കാരണം എല്ലാവർക്കും വേണ്ട രീതിയിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാമ ഡി കെനെ കുറിച്ചാണ്. സോ ഗാമ ഡി കെ എന്ന് ഞാൻ പറഞ്ഞു വേറൊന്നുമില്ല, ഒരു എനർജി പുറത്തേക്ക് വരികയാണ്. ഓക്കെ, സോ ദാറ്റ് ബേസിക്കലി കംസ് ഔട്ട് ഓഫ് എ എക്സൈറ്റഡ് ന്യൂക്ലിയസ്. എക്സൈറ്റഡ് എന്ന് കാണിക്കാനാണ് ഹാഷ്ട്രിക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനൊരു നോർമൽ ന്യൂക്ലിയസ് വരും, ഒരു ഗാമ, ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ഒരു എനർജി പുറത്തേക്ക് വരും. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി വി ആർ കമ്മിങ് ഇൻ ടു ദ പ്രോപ്പർ ന്യൂക്ലിയർ റിയാക്ഷൻസ് അല്ലേ. നമുക്കറിയാം ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് പ്ലസ് റിയാക്ടറിനോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസിൻറ്റഗ്രേഷനെ കുറിച്ചാണ്. നമുക്കറിയാം ഒരു സെക്കൻഡിൽ എത്ര ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അതാണ് -dN/dt. ഒരു സെക്കൻഡിൽ എത്ര ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ആ സമയത്തുള്ള എത്ര ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ നമ്പറിന് പ്രപ്പോർഷനാണ്. നെഗറ്റീവ് കൊടുക്കാൻ കാരണം കുറയുന്നു എന്ന മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. സോ N ഈസ് പ്രപ്പോർഷണൽ ടു -dN/dt. ഓക്കെ ആണല്ലോ. അഥവാ -dN/dt എന്ന് പറയുന്നത് ആൽഫ N ആണ്. ഓക്കെ ആണല്ലോ. വേറെ ആൽഫ ഈസ് ദി ഡീകെ കോൺസ്റ്റൻറ്റ്. അതായത് ഇപ്പോൾ ഒരു 10 എണ്ണം ഉണ്ട്.
10 ന്യൂക്ലിയസ് ഉണ്ട്, അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എത്ര എണ്ണം ഒരു സെക്കൻഡിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ആദ്യം ആ 10 ഡിപ്പെൻഡ് ചെയ്താലുണ്ടാവും. 50 ഉണ്ടെങ്കിൽ വേറെ നമ്പർ ആയിരിക്കും, 20 ആണെങ്കിൽ വേറെ നമ്പർ ആയിരിക്കും. അപ്പോൾ എത്രയുണ്ട്, എത്ര ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത് ആദ്യം എത്രയുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ -dn/dt ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അതിനെ നമ്മൾ എന്താണ് ലൈക്ക് അറേഞ്ച് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ കിട്ടുന്ന സാധനമാണ് n=n0 e⁻λt. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഇക്വേഷനാണ് n=n0 e⁻λt. n എന്ന് പറയുന്നത് ആ ടൈമിൽ ടി എന്ന് പറഞ്ഞ ടൈമിലുള്ള ന്യൂക്ലിയസിൻ്റെ എണ്ണമാണ്. n0 എന്ന് പറയുന്നത് റിയാക്ഷൻ തുടങ്ങുന്ന സമയത്തുള്ളതാണ്. ലാംഡ എന്ന് പറയുന്നത് ഡീകേ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഹൗ മെനി ന്യൂക്ലിയൈ ഹാവ് ബീൻ ഡീക്കേഡ് ഇൻ ടൈം ടി, നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡീക്കേഡ് ഓവർ ടൈം ടി. അങ്ങനെ നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കാം. അതിൻ്റെ ഇക്വേഷൻ n' എന്ന് പറയുന്നത് n0 മൈനസ് ഇപ്പോൾ എത്ര ഉണ്ട് n, ദാറ്റ് ഈസ് ഈക്വൽ ടു n0 × 1 - e⁻λt. ഓക്കെ ആണല്ലോ. സോ n is equal to n0 minus n which is equal to 1 × e⁻λt. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അടുത്തൊരു കാര്യം ഈ ഒരു ഗ്രാഫാണ്. അതായത് ഈ ഗ്രാഫ് പറയുന്നത് n0 ആയിരുന്നു, n0 കുറഞ്ഞു വരികയാണ്. അതുപോലെ അപ്പം എന്ത് ചെയ്തു, ബാക്കി അതായത് പുതുതായിട്ട് ഫോം ചെയ്താണ് n', അത് കൂടി വരികയാണ്. കറക്റ്റ് പകുതിയാവുന്ന കോൺസെൻട്രേഷൻ n0/t, അതിനെ വിളിക്കുന്ന പേരാണ് T½ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാക്കി കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിന് പറയുന്നതിന് മുന്നേ നമുക്ക് ഹാഫ് ലൈഫ് എന്താണെന്ന് അറിയണം അല്ലേ. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് T½ TH അങ്ങനെ പല പേരിലാണ് ഈ ചങ്ങായി അറിയപ്പെടുന്നത്. സോ എന്താണ് T½ എന്ന് പറയുന്നത്? T½ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. T½ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ n is equal to n0 e⁻λt. അപ്പോൾ എപ്പോഴാണോ n0/2 ആവുന്നത്, ആദ്യത്തെ അതിൻ്റെ പകുതി ആവുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് T½ ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ കിട്ടും T½ is equal to 0.693/λ. ഞാനിത് എഴുതാറ് 0.7/λ എന്നാണ് കേട്ടോ. സോ T½ is equal to 0.693/λ or 0.7/λ. ഓക്കെ, അക്ഷര സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ സാർ വരാൻ നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ജോ സൈസ് ഹായ് ജോ, എല്ലാവരും ലേറ്റ് ആയിട്ടൊക്കെയാണല്ലോ കയറി വരുന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഹാഫ് ലൈഫ് എന്താടാ, പകുതി, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പകുതി സബ്സ്റ്റൻസ് ആവാൻ വേണ്ടി എടുക്കുന്ന സമയം കേട്ടോ. ദാറ്റ് ഈസ് 0.693/λ. സോ ദാറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡീകേ കോൺസ്റ്റൻറ്റ് ആൻഡ് നോട്ട് ഓൺ ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കേട്ടോ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ അവിടെ വെട്ടിപ്പോയി. T½ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിലാണ്, ഡീകേ കോൺസ്റ്റൻറ്റിൽ മാത്രമാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് എന്താണ് ആവറേജ് ലൈഫ്. കുറേ പേര് പറയും ആവറേജ് ഒരു മയം നോക്കുകയാണെങ്കിൽ എത്ര പേര് ആവറേജ് സർവൈവ് ചെയ്യും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ലൈഫ് ഇസ് ആക്ച്വലി ഒരു ടൈമാണ്. അതിനെ നമ്മൾ TA എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 63% ഓഫ് ഒറിജിനൽ, അതായത് 100 ന്യൂക്ലിയസിന് വെച്ച് സ്റ്റാർട്ട് ചെയ്തു, അതിലെ 63 ന്യൂക്ലിയസ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് നീ വിളിക്കുന്ന പേരാണ് ആവറേജ് ടൈം എന്ന്, അല്ലെങ്കിൽ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത്. അഥവാ 37% ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ പഠിക്കുക, അങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും തെറ്റില്ല. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 50%, മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ 63%. 63% കാര്യങ്ങൾ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മീൻ ലൈഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എത്ര ഉണ്ടാവും? അപ്പോൾ TA എന്ന് പറഞ്ഞ സമയത്ത് 63% ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 37% ഓഫ് n0 ആയിരിക്കും ആക്റ്റീവായിട്ടുണ്ടാവും. കാരണം 63% നശിച്ചുപോയി. 100 - 63 37% ആക്റ്റീവായിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു റിലേഷൻ ഉണ്ട്. TA എന്ന് പറയുന്നത് 1/λ ആണ്, വേറെ T½ എന്ന് പറയുന്നത് 0.693/λ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. TA എന്ന് പറയുന്നത് 1/λ ആണ്, T½ എന്ന് പറയുന്നത് 0.693/λ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻ ഉണ്ടാക്കാം. TA എന്ന് പറയുന്നത് 1.44 T½ ആണ്. ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ് കേട്ടോ. TA is equal to 1.44 times T½ കേട്ടോ. കുറച്ച് പേർക്ക് എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് തരുന്നതാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. T½ സമയത്ത്
50% N0 പോയിട്ടുണ്ടാവും. TA സമയത്ത് 63% N0 പോയിട്ടുണ്ടാവും. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ റേഡിയോ ആക്ടിവിറ്റിയിൽ ആർക്കും പൊട്ടിക്കാൻ പറ്റില്ല. T-half എന്ന് പറഞ്ഞാൽ മൊത്തത്തിൻ്റെ പകുതി പോയിട്ടുണ്ടാവും. TA മീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ 63% പോയിട്ടുണ്ടാവും. ഓക്കെ ആണോ? മനസ്സിലായോടാ? ഗ്രേറ്റ്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് തിങ് ഇസ് റിഗാർഡിങ് ആക്ടിവിറ്റി ഓഫ് എ സാമ്പിൾ. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് ആക്ടിവിറ്റി ഓഫ് എ സാമ്പിൾ ആണ്. എന്താണ് ആക്ടിവിറ്റി ഓഫ് എ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദ റേറ്റ് ഓഫ് ഡി കെ. എന്താണ് അത്? റേറ്റ് ഓഫ് ഡി കെ. ഓക്കെ ആണല്ലോ? എന്ന് പറഞ്ഞാൽ -dn/dt. ഇതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇതിന് നമ്മൾ n ലാംഡ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇങ്ങനെ വെച്ചാൽ തുടങ്ങിയത് dn/dt ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n. അപ്പോൾ അത് പൊട്ടിച്ചാണ് n ലാംഡ എന്ന് വന്നത്. ഓക്കെ ആണല്ലോ? ഓർ r is equal to r0 e raised to minus lambda t. r is equal to r0 e raised to minus lambda t. ഓക്കെ ആണല്ലോ? സോ അതാണ് ആക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആകെ അറിഞ്ഞിരിക്കേണ്ടത് ആക്ടിവിറ്റിയുടെ യൂണിറ്റ് അറിയണം. അത് ബെക്വറലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബെക്വറൽ എന്ന് പറയുന്നത് 1 dk/second ആണെന്ന് മാത്രം ആലോചിച്ചിരിക്കുക. അതുപോലെ തന്നെ ഒരു ക്യൂരി എന്ന് പറയുന്നത് 3.7 × 10⁻10 dk/second ആണ്. ഒരു ക്യൂരി എന്ന് പറയുന്നത് 3.7 × 10⁻10 dk/second ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി കഴിഞ്ഞാൽ യു ആർ ഡൺ വിത്ത് ന്യൂക്ലിയൈ. ഓക്കെ ആണല്ലോ? യു ആർ ഡൺ വിത്ത് ന്യൂക്ലിയൈ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 1-2 എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, സോ എ പറഞ്ഞ സാധനം ബി സി ഡി അങ്ങനെ ചെയിൻ റിയാക്ഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ D > C > B > A ആയിരിക്കും. ഓക്കെ, സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ് അത് ഇങ്ങനെ ഫിഷൻ അണ്ടർഗോ ചെയ്ത് പോകുന്നത്. എപ്പോൾ സ്റ്റേബിൾ ആവുന്നോ അപ്പോൾ അതവിടെ നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി ഓർഡർ അത് A > B > C > D ആയിരിക്കും. കാരണം എന്താ? റേഡിയോ ആക്ടിവിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് അണ്ടർഗോ ചെയ്തത്. ഓക്കെ, ഫൈൻ. പിന്നെ സ്റ്റേബിൾ എലമെൻറ്റിൽ ലാംഡ എത്രയാണ്? ഫോർ സ്റ്റേബിൾ എലമെൻറ്റ് ലാംഡ ഈസ് 0. അതുപോലെ തന്നെ ഫോർ സ്റ്റേബിൾ എലമെൻറ്റ് T-half ഈസ് ഇൻഫിനിറ്റി. കാരണം സ്റ്റേബിൾ ആണെങ്കിൽ അവൻ ഒരിക്കലും D ക്ക് അണ്ടർഗോ ചെയ്യില്ല. സോ ഒരിക്കലും അവർ കോൺസെൻട്രേഷൻ കുറയില്ല. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? സോ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ച് ബയോളജി ആസ്പെക്റ്റിലൊക്കെ ചേർന്ന് കുറച്ച് കാര്യങ്ങൾ അറിയണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ. ഇപ്പോൾ നമ്മൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ഐസോട്ടോപ്സ് വിച്ച് ഈസ് റേഡിയോ ആക്റ്റീവ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നോക്കാൻ വേണ്ടി നീ യൂസ് ചെയ്യുന്ന എലമെൻറ്റ് ക്രോമിയം 57 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ, നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂമർ ബ്രെയിനിലുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മെർക്കുറി 203 ആണ്. തൈറോയ്ഡ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അയോഡിൻ 131 ആണ്. ക്യാൻസറിൻ്റെ പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ട് കൊബാൾട്ട് 60 ആണ്. ബ്ലഡ് ക്യാൻസറിന് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾഡ് 189 ആണ്. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ആർക്കിയോളജി ഫീൽഡ് നോക്കുകയാണെങ്കിൽ സാമ്പിൾസ് ഉണ്ട്, അതായത് റോക്കൊക്കെ. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ ഡേറ്റിംഗ് മെത്തേഡ് C14 ആണ്. അത് നമ്മുടെ ലൈവ്, നമ്മുടെ ചത്ത ജീവികളിലേക്ക്. നേരെ മറിച്ച് നമ്മുടെ എർത്ത് അല്ലെങ്കിൽ റോക്കൊക്കെ ആണെങ്കിൽ പൊട്ടാസ്യം അല്ലെങ്കിൽ യുറേനിയമാണ് യൂസ് ചെയ്യുന്നത്. വെറും ഫാക്ച്വൽ കാര്യങ്ങളാണ് കേട്ടോ, ജസ്റ്റ് ഫാക്ച്വൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരുന്നതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? സോ അത്രയും പറയുന്നതോടെ വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി തിയറി ഓഫ് ന്യൂക്ലിയൈ കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും ഇന്നത്തെ സെഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിർത്തിയിട്ടില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട് കേട്ടോ. വേഗം ക്വസ്റ്റ്യൻസ് ഉത്തരം പറഞ്ഞാൽ നമുക്ക് വേഗം സെഷൻ നിർത്താം. 3:45 15 മിനിറ്റോടെ നമുക്ക് ക്വസ്റ്റ്യൻസ് തീർത്ത് 11 മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, സോ വേഗം തുടങ്ങിക്കോളൂ. ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ന്യൂക്ലിയൈ ആർ ഐസോട്ടോൺ? ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ A - Z കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആളാണ്. ശ്രദ്ധിച്ചേ, 77 - 34 20, 71 - 31 20, 2 ഈക്വലാണ്. അപ്പം തന്നെ ഉത്തരമായി ഐസോട്ടോൺസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാം. 38 - ഇത് 86, ഇത് കുറച്ച് നോക്കാം. അപ്പോൾ ഇതൊരു 8 സംതിങ്, ഇതൊരു 6 സംതിങ്, ഇതും നോക്കുകയാണെങ്കിൽ ഇത് എത്ര? ഇതൊരു 50, ഇത് 92 ആണ് അല്ലേ? ഒക്കെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ ഐസോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എ മൈനസ് സെറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. സോ അത് നിങ്ങളിവിടെ നോക്കിയാൽ മതി. ഇനി എ എക്സ് സെറ്റ് ഇതെന്താ റെപ്രസെൻറ്റ്? വേഗം ഉത്തരങ്ങൾ പറഞ്ഞേടാ. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പോയോ? എടാ ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ബായ് പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോഴേക്കും എല്ലാവരും പോയോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ക്വസ്റ്റ്യൻ കഴിഞ്ഞാലേ നമ്മുടെ കഴിയുള്ളൂ. യെസ്, യാരിയാണ് സെറ്റ് റൈറ്റ് ആൻസർ എ ആണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ന്യൂക്ലിയസ് റെപ്രസെൻറ്റഡ് ബൈ സിമ്പൽ എ എക്സ് സെറ്റ് ഹാസ്. നമുക്കറിയാം സെഡ് പ്രോട്ടോൺസ് ആണ്, അതുപോലെ തന്നെ ന്യൂട്രോൺസിൻ്റെ ഉത്തരം എ മൈനസ് സെറ്റ് ആണ്. യെസ്, ആൻസർ ഇസ് ബി, സെഡ് പ്രോട്ടോൺസ് ആൻഡ് എ മൈനസ് സെഡ് ന്യൂട്രോൺസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അത് ഞാൻ കറക്റ്റ് പറഞ്ഞാണ്, സെഡ് പ്രോട്ടോൺസ്, സെഡ് ഇലക്ട്രോൺസ്, എ മൈനസ് സെഡ് ന്യൂട്രോൺസ്. ഇനി ദ മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് ഈസ്, ശ്രദ്ധിക്കുക, മാസ് നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലേ, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. പക്ഷേ നിങ്ങൾ എടുക്കേ ഹൈഡ്രോജൻ എടുത്തേ, ഹൈഡ്രോജനിൽ നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയാണ്? 0 ആണ്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഹൈഡ്രോജനിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ, അതിൽ ന്യൂട്രോൺ ഇല്ല. അതിൽ നിങ്ങൾ നോക്കിയേ, അതിനകത്ത് മാസ് നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ഇല്ല, കാരണം അതിന് ന്യൂട്രോൺ ഉണ്ടോ? ഇല്ല. ശരിയാണല്ലോ. അതിനകത്ത് മാസ് നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് പറ്റി? ചിലപ്പോൾ മാസ് നമ്പർ അറ്റോമിക് നമ്പറായിട്ട് ഈക്വൽ ആവാം, സംടൈംസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. ആൻസർ ഇസ് സി. ഓക്കെ ആണല്ലോ. സോ ദ മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് ഇസ് സംടൈംസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ന്യൂക്ലിയർ റേഡിയസ് ഓഫ് അലുമിനിയം ഇസ് 3.6 Fermi, ദ അപ്രോക്സിമേറ്റ് റേഡിയസ് ഓഫ് കോപ്പർ ഇസ് പവിത്ര ബി. യെസ്, കറക്റ്റ് ആണ്, ബി ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ നോക്കിയേ, റേഡിയസ് ആണ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്കറിയാം R എന്ന് പറയുന്നത് R0a⁻1/3 ആണ്. ഓക്കെ ആണല്ലോ, R ഇസ് ഈക്വൽ ടു R0a⁻1/3. അപ്പോൾ റേഡിയസ് ഓഫ് അലുമിനിയം ബൈ റേഡിയസ് ഓഫ് കോപ്പർ, റേഡിയസ് ഓഫ് അലുമിനിയം എന്ന് പറഞ്ഞാൽ 27⁻1/3 ബൈ 64⁻1/3 കോപ്പറിൻ്റെ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ റേഡിയസ് ഓഫ് കോപ്പർ ആണ് അറിയേണ്ടത്. ഇത് 3 ആണ്, ഇത് 4 ആണ്. സോ റേഡിയസ് ഓഫ് കോപ്പർ അറിയണമെങ്കിൽ 4/3 ഇൻറ്റു റേഡിയസ് ഓഫ് അലുമിനിയം നോക്കിയാൽ മതി. സോ ദാറ്റ് ഈസ് 4/3 ഇൻറ്റു അലുമിനിയം 3.6 ആണ്. സോ ദിസ് ഇസ് 1.2. സോ ദിസ് ഇസ് 4.8 Fermi. 4.8 Fermi. ഓക്കെ ആണല്ലോ, ദ ആൻസർ ഇസ് 4.8 Fermi. ഓക്കെ ആണല്ലോ, ആൻസർ ഇസ് സി. ശരിയാടാ, യാരിയാണ് സെറ്റ് ദ റൈറ്റ് ആൻസർ. ആൻസർ ഇസ് സി. അടുത്ത ആൻസർ എന്താണ്? 2 nuclei have their mass number in the ratio 1:3. Ratio of the nuclear density will be, ഞാൻ പറഞ്ഞു nuclear density depends only on the substance and not on the mass number. The answer is 1:1. അടുത്ത ക്വസ്റ്റ്യൻ, if the nucleus 23Al have nucleus radius of about 3.6 Fermi, ടെലീറിയത്തിന് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മറ്റേ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റേഡിയസ് ഓഫ് ടെലീറിയം ബൈ റേഡിയസ് ഓഫ് അലുമിനിയം എടുക്കാം. ദാറ്റ് വിൽ ബി A of TE by A of Al whole raised to 1/3. ഡൗട്ട് ഉണ്ടോ? ഇല്ല. A of T is 125 അല്ലേ, ടെലീറിയം 125 ആണ്, അലുമിനിയം 27 ആണ്. whole raised to 1/3. So this is 5/3 whole raised to 1/3. This will be 5/3 അല്ലേ, 5/3. അങ്ങനെയാണെങ്കിൽ what is radius of tellurium? That will be 5/3 times radius of aluminum. Radius of aluminum 3.6 അല്ലേടാ, that is 3.6. So this is 1.2. Again it is 6 Fermi അല്ലേ. 12 into 5 എന്ന് പറഞ്ഞാൽ 60 ആണ്. സോ ഇറ്റ് ഇസ് 6 Fermi. ആൻസർ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് വെമ്പയം പോകുന്നത് കേട്ടോ. ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ബി ആണ് തൊട്ട് മുന്നേ പറഞ്ഞതിൻ്റെ റൈറ്റ് ആൻസർ. ഇതാണ് നീറ്റിന് ചോദിച്ച കാര്യം. അല്ല, വേറെ അടുത്ത നീറ്റിന് ചോദിച്ചൊരു വേറെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. The energy required to break one bond of DNA is 10⁻⁻20. The value of EV is nearly. ഇത് ആക്ച്വലി ന്യൂക്ലിയസിൽ ഇടാൻ പറ്റിയതാണ്, കാരണം നമുക്ക് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യാരിയാണ് 6 റൈറ്റ് ആൻസർ കേട്ടോ. യാരി ഇസ് റൈറ്റ് ആൻസർ. ശ്രദ്ധിച്ചേ, E is equal to 10⁻⁻20 joule. ഓക്കെ ആണല്ലോ, E is equal to 10⁻⁻20 joules. അപ്പോൾ അങ്ങനെയാണെങ്കിൽ what happens? 1 joule is equal to 1/1.6 into 10⁻⁻19 ഇലക്ട്രോ വോൾട്ട്. ഇതറിയോ? 1 ജൂൾ അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 into 10⁻⁻19 ജൂൾ ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 10⁻⁻20 ആണ്. അപ്പോൾ 10⁻⁻20 ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻⁻20 by 1.6 into 10⁻⁻19. This is 0.0625 electron volt ആണ്. So this is 0.06 electron volt. Answer is C. Okay, ആണല്ലോ, 6 Fermi റൈറ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം കണ്ടോടാ, ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, പെട്ടെന്ന് ചെയ്യാം. എനർജി ഈക്വൽ ടു 0.5 gram of substance. E is equal to mc square. എനർജി ചോദിച്ചുള്ളൂ അല്ലേ, ഈക്വൽ ടു mc square.
സോ എം എന്ന് പറയുന്നത് 0.5 ഇൻറ്റു 10⁻³ ആക്കണം, ഗ്രാം കിലോഗ്രാം ആക്കണം, 3 ഇൻറ്റു 10⁸ ഹോൾ സ്ക്വയർ ആക്കണം. സോ ദിസ് ഇസ് 4.5 ഇൻറ്റു 10⁻13 കേട്ടോ. 9 ഇൻറ്റു 5 45 വരും, അപ്പോൾ 4.5 ഇൻറ്റു 10⁻13 ആണ് വരുന്നത് കേട്ടോ. ആൻസർ ഇസ് ബി. എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതാണ് ഓടിച്ചോട്ട് ചെയ്യുന്നത് കേട്ടോ. എനർജി ഓഫ് ഇക്വാലിറ്റി 0.5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The mass of proton is 1.0073 U and that of neutron is 1.0087 U. The binding energy of helium is. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ ബൈൻഡിങ് എനർജി ചോദിച്ചു. നമുക്ക് ആദ്യം മാസ് ഡിഫക്റ്റ് കാണാം. എന്താണ് മാസ് ഡിഫക്റ്റ്? മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ZMP, ഇവിടെ എത്ര Z ഉണ്ട്? ഇവിടെ 2MP പ്ലസ് ZMN അല്ലേ? ഇവിടെ 4 - 2 നമുക്കറിയാം ZMP പ്ലസ് A-ZMN മൈനസ് മാസ്, ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ അല്ലേ? സോ ഇവിടെ Z എന്ന് പറയുന്നത് 2 ആണ്, A-Z എന്ന് പറയുന്നത് 4 - 2 ആണ്, അതും 2 ആണ് കേട്ടോ. സോ ദാറ്റ് ഈസ് 2MP പ്ലസ് 2MN മൈനസ് മാസ് ഓഫ് ഹീലിയം. ഓക്കെ, മാസ് ഓഫ് ഹീലിയം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1.0073 പ്ലസ് 2 ഇൻറ്റു 1.0087 മൈനസ് ഹീലിയം ന്യൂക്ലിയസിൻ്റെ മാസ് തന്നിട്ടുണ്ട് 4.0015. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 0.0305 എന്ന് കിട്ടും, 0.035 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു ഇക്വേഷൻ ഉണ്ട്, മനഃപൂർവ്വം പറയാത്തതാണ്, കാരണം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കില്ല. ബട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ സൊല്യൂഷൻ അറിയില്ലെങ്കിൽ അറിഞ്ഞോട്ട് വെച്ചാണ് ഇട്ടത്. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 931 ടൈംസ് മാസ് ഡിഫക്റ്റ് ആണ്. സോ ദിസ് ഇസ് 931 ഇൻറ്റു 0.0305. ആൻസർ ഇസ് 28.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 28.4 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ആൻസർ ഇസ് സി. ഇതൊക്കെ 2003 ചോദിച്ചാണ്. ഇനി ഇങ്ങനത്തെ കച്ചറ ക്വസ്റ്റ്യൻസൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല കേട്ടോ, നിങ്ങൾക്ക് ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഫോർ ന്യൂക്ലിയർ ഫോഴ്സസ്? നമുക്കറിയാം ന്യൂക്ലിയർ ഫോഴ്സസ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് അല്ലേ, ഇൻവേഴ്സ് സ്ക്വയറിലോ ഇല്ല, തേർഡ് പവർ നോക്കുന്നില്ല, ഈക്വൽ സ്ട്രെങ്ത് ഒന്നും പറയുന്നില്ല. ദിസ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. സോ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണ്, അതുകൊണ്ട് ഡി തെറ്റി. ഇൻവേഴ്സ് സ്ക്വയറിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ആകെ എന്താ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ആൻസർ ഇസ് സി. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഹാഫ് ലൈഫ് ഇസ് 10 minutes. ഇനീഷ്യലി ഇഫ് ദർ ഇസ് 600 നമ്പർ ഓഫ് ന്യൂക്ലിയൈ, 450 ആവാൻ എത്ര ടൈം എടുക്കും? 600 ആണ്. 10 മിനിറ്റ് കൊണ്ട് അത് 300 ആവും. വീണ്ടും 10 മിനിറ്റ് കൊടുത്താൽ അത് 150 ആവും. അപ്പോൾ ഇവിടുന്ന് 300 എണ്ണം പോയി, ഇവിടുന്ന് 150 പോയി. അപ്പോൾ ഇപ്പോൾ മൊത്തം 450 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. 450 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുത്ത സമയം 20. ചോദിച്ചാൽ എന്താ 450 ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട സമയം? ആൻസർ 20. അത്രേ ഉള്ളൂ. ചിലവരത് ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്ത് തകർത്ത് ചെയ്ത് തെറ്റിക്കുന്ന ടീംസ് ഉണ്ട്. ദയവ് ചെയ്താലും നിൽക്കരുത്. ഇത്രയേ ഉള്ളൂ മക്കളെ. 600 പകുതിയാവാൻ 10 മിനിറ്റ്, അപ്പോൾ 300 ബാക്കിയുണ്ടാവും. 300 പകുതിയാവാൻ വീണ്ടും 10 മിനിറ്റ്, അപ്പോൾ 150. അപ്പോൾ ആദ്യം ഒരു 300 പോയി, ഇപ്പോൾ ഒരു 150 പോയി, മൊത്തം 450 പോയി. നമ്മളോട് ചോദിച്ചത് 450 ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റ് എടുക്കുന്ന സമയമാണ്. ആൻസർ ഇസ് 20. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ A has a decay constant 8 lambda and B has a decay constant lambda. Initially there is same number of nuclei. After what time the ratio of nuclei of A to B will be 1/E. Okay. നമുക്കറിയാം n is equal to n0 e raised to minus lambda t. അപ്പോൾ n0 ഇവിടെ രണ്ടും സെയിം ആണ്, അപ്പോൾ അത് പോയി. അപ്പോൾ NB is equal to e raised to minus lambda t അല്ലേ, ലാംഡയാണ്. ബൈ NA എന്ന് പറയുന്നത് e raised to minus 8 lambda t ആണ്. പക്ഷേ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് NB by NE is 1/E. So 1/E is equal to e raised to minus lambda t into e raised to minus 8 lambda മുകളിലേക്ക് വന്നാൽ 8 lambda t. ഓക്കെ ആണല്ലോ, minus lambda t by 8 lambda t. അപ്പോൾ 1/E എന്ന് പറഞ്ഞാൽ e raised to minus 1. This is equal to 8 minus 1, 7 lambda t. അഥവാ 7 lambda t is equal to minus 1 or t is equal to minus 1/7 lambda. Actually this is the question is wrong. കാരണം ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ടൈം നെഗറ്റീവ് ആവാൻ കാരണം NB by MA 1/E വന്നുകൊണ്ടാണ്. നേരെ മറിച്ച് NA by NB ആണ് 1/E വന്നിരുന്നെങ്കിൽ ആൻസർ ഇവിടെ E വന്നേനെ. അപ്പോൾ ഇത് 1 ആയേനെ. അപ്പോൾ 1 is equal to 7 lambda t എന്നാണ്. അപ്പോൾ ആക്ച്വലി ആ ക്വസ്റ്റിൽ വന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ. ആക്ച്വലി ഇത് NB by NA അല്ല, NA by NB എന്നാണ് വരിക. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. I think this is the last question for the day. എന്താണ്? യുറേനിയം ഐസോടോപ്പ് 23592 is bombarded with a neutron. Okay,
it generates krypton 8936 plus 3 neutrons 3n10 plus എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എക്സ് എ സെറ്റ് കിട്ടിയെന്നങ്ങ് എടുക്കാം. എക്സ് എ സെറ്റ് കിട്ടിയെന്നങ്ങ് എടുക്കാം. നമുക്കറിയാം ഇവിടെ 92 ആണ് പ്ലസ് ഇവിടെ 0 ആണ്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു 36 പ്ലസ് ന്യൂട്രോൺ അറ്റോമിക് മാസ് ഇല്ല പ്ലസ് സെറ്റ്. അപ്പോൾ 92 ഈസ് ഈക്വൽ ടു 36 പ്ലസ് സെറ്റ്, അഥവാ സെറ്റ് ഈസ് ഈക്വൽ ടു 144. ഓക്കെ ആണല്ലോ. സെറ്റ് ഈസ് ഈക്വൽ ടു ഇത് 235 അല്ലടാ, ദിസ് ഇസ് 235 അല്ല, ദിസ് ഇസ് 92. സോ ദിസ് ഇസ് ഈക്വൽ ടു 56. ഓക്കെ ആണല്ലോ. സോ സെറ്റ് 56 എന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടി. സെറ്റ് 56 ഇസ് ആക്ച്വലി ബേരിയം കേട്ടോ. ബേരിയമാണ് നമ്മുടെ എലമെൻറ്റ് പറയുന്നത്. വേണം നമുക്ക് ഇതും കൂടെ അപ്രോക്സിമേറ്റ് ചെയ്യാം. എന്താണ് 235 പ്ലസ് ന്യൂട്രോൺ 1 ഈസ് ഈക്വൽ ടു 89 പ്ലസ് 3 ന്യൂട്രോൺ. സോ 3 പ്ലസ് എ, അഥവാ എ ഈസ് ഈക്വൽ ടു 144. സോ ദ ആൻസർ ഇസ് ബേരിയം 14456. ബേരിയം 14456. ഓക്കെ ആണല്ലോ. ദി ആൻസർ ഇസ് എ. ആൻസർ ഇസ് എ. പവിത്ര സെറ്റ് ഫൈത്തമ ഫിദ യാരി അനസ് പവിത്ര എല്ലാവരും എ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. സോ വിത്ത് ദാറ്റ് നോട്ട് വി ഹാവ് കംപ്ലീറ്റഡ് ദി ചാപ്റ്റർ ന്യൂക്ലിയൈ. ന്യൂക്ലിയൈ ഇസ് കമ്പാരിറ്റീവ് ആൻഡ് ഈസി ചാപ്റ്റർ അല്ലേ. ഒരു എളുപ്പമുള്ള ചാപ്റ്ററായിരുന്നു. നമ്മളത് വൃത്തിക്ക് തീർത്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആസ്ക് മീ. അല്ലാന്നുണ്ടെങ്കിൽ വി വിൽ ബി സ്ലോലി വൈൻഡിങ് അപ്പ് ദി സെഷൻ കേട്ടോ. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഇഷ്ടമായോ ക്ലാസ്? എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായോ? മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കട്ടെ. ആർക്കെങ്കിലും മനസ്സിലാവുള്ള ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ നോക്കട്ടെ. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോടാ? കുറച്ച് ദിവസമായി എടുത്തിട്ട് ചെറിയൊരു കോൾഡ് ഉണ്ട്. സോ അതിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും ക്ലാസ് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. സോ ഐ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ് ദിസ് സെഷൻ. സോ താങ്ക് യു ഫോർ ജോയിനിങ് മീ ഹിയർ. നമുക്കപ്പോൾ വേറൊരു സെഷനിൽ വേറൊരു പുതിയ ചാപ്റ്ററായിട്ട് കാണാം. സോ അൺടിൽ ദെൻ ബൈ ഫോർ നൗ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് പുട്ട് ഡൗൺ ഇൻ ദി കമൻറ്റ് സെഷൻ. ഞാൻ അവിടെ ഉണ്ടാവും. ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്പിംഗ് യു ഔട്ട്. ഓക്കെ, സോ ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു അല്ലേ, എളുപ്പമുള്ള ചാപ്റ്റർ ആയിരുന്നു. ഐ ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റുഡ്. So see you in some other session. Until then, that's a bye. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഉറങ്ങുക, എക്സാംസ് ഒക്കെ വൃത്തിക്ക് എഴുതുക. Okay, so thank you for having me here. See you in some other session. So good night everyone. Sleep well. അപ്പോൾ കാണാം കേട്ടോ. ഓക്കെ ആണല്ലോ. Great.